ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് മുതൽ ഒരു ജാപ്പനീസ് ഹൈസ്കൂൾ ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഡ്രാമയുടെ വൺ ലൈനർ എന്താന്ന് വെച്ചാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഹീറോയിനും കണ്ടുമുട്ടിയപ്പോൾ മുതൽ അവർ ലവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അവർ തമ്മിലുള്ള ആ ഫീലിങ്സ് തുറന്നു പറയുന്നില്ല. പറയാൻ വരുന്ന നേരത്ത് രണ്ടുപേരും പിരിഞ്ഞു പോകുവാണ്. അത് കഴിഞ്ഞ് ഒരു 3 വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും പിന്നെയും മീറ്റ് ചെയ്യുന്നു. പിന്നീട് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്നാണ് കഥ പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് ഫുട്ടാബ എന്നാണ്. വളരെ ഷൈ ആയ കുറച്ച് പോപ്പുലർ ആയ ഗേൾ ആണ് ഫുട്ടാബ. അങ്ങനെ അവള് സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരുമ്പോ 2-3 ഗേൾസ് ഇവളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫുട്ടാബയെ കണ്ടോ? അവള് ബോയ്സിന്റെ മുമ്പിൽ വളരെ ഷൈ ആയിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് അവളെ ചുറ്റി പയ്യന്മാരിങ്ങനെ കറങ്ങി നടക്കുന്നത്. അവള് വളരെ ഫേക്കായ ഒരു പെണ്ണാണ്. ഇതെല്ലാം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവളുടെ അഭിനയമാണെന്ന് ഇവളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. നാളെ മുതൽ അവളെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ടടി എന്ന് ഒരു പെണ്ണ് പറയും. അവൾ ഓൾറെഡി തന്നെ ഫേമസ് ആണടി, ഒരുത്തൻ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ലെന്ന് വേറൊരുത്തി പറയും. ഇതെല്ലാം നമ്മുടെ ഹീറോയിനും കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അവരോട് ചോദിക്കാനായിട്ട് പോകുന്നില്ല. കട്ട് ചെയ്താല് അന്നത്തെ സ്കൂള് കഴിഞ്ഞ് ഹീറോയിൻ ഓടി വരുമായിരിക്കും. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് വഴിയിൽ കണ്ട ഒരു അമ്പലത്തിനുള്ളിലേക്ക് പോയി ഒതുങ്ങി നിൽക്കുവാണ്. അപ്പൊ അവിടെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവന്റെ പേര് തനാക്ക. ഹേയ് തനാക്ക എന്ന് ഹീറോയിൻ അവനെ വിളിച്ചതും അവൻ പെയ്യുന്ന മഴയെ നോക്കി വേഗം വന്നല്ലേ എന്ന് പറയും. അവളും അതെ അതെ എന്ന പോലെ തലയാട്ടുന്നുണ്ട്. ഹീറോ അവളെ ഒന്ന് നോക്കി എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന പോലെ ചോദിക്കുവാണ്. അയ്യോ അങ്ങനെ ഒന്നുമില്ലെന്ന് ഹീറോയിനും പറയും. ഹീറോ കുറച്ചു നേരം അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. അവളുടെ തലയൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. അത് കണ്ടതും അവന്റെ ടീഷർട്ട് ഊരി അവളുടെ മേലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അവളും ഒന്നും അറിയാത്ത പോലെ നോക്കുന്നുണ്ട്. നിന്റെ തലയൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഇതിൽ തുടച്ചോ, പേടിക്കണ്ട, ഈ ടീഷർട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാണ് അവൻ കൊടുക്കുന്നത്. ഹീറോയിനും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. ഇത് കേട്ട് ഹീറോ ചിരിച്ചതും നമ്മുടെ ഹീറോയിനും അവനെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുവാണ്. എന്തോ അവൾക്ക് അവനെ വളരെ ഇഷ്ടമാകുന്നുണ്ട്. അവളും ചിരിച്ചിട്ട് ലൈറ്റ് ആയിട്ട് അവനെ സൈറ്റ് അടിക്കാനും തുടങ്ങി. രണ്ടുപേരും ഒരേ ക്ലാസ് വരെയാണ്. രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. രണ്ടുപേർക്കും തമ്മിൽ വളരെ ഇഷ്ടമാകുന്നുണ്ട്. സോ ഇങ്ങനെ കുറച്ച് ഡേയ്സ് കടന്നു പോകുവാണ്. ഒരു ഡേ നമ്മുടെ ഹീറോയിനും ക്ലാസ് കഴിഞ്ഞ് നടന്നു വരുമ്പോ ഹീറോ ഫുട്ടാബയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നീ എനിക്ക് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തതെന്ന് അവള് ചോദിക്കും. അതെ എന്ന് അവനും പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് അത് സമ്മർ ബ്രേക്ക് വരാൻ പോകുവാണല്ലോ നാളെ മുതല്. അതുകൊണ്ട് രണ്ടുപേർക്കും തമ്മിൽ കാണാൻ പറ്റില്ലല്ലോ. ഇത്തവണത്തെ ലാൻഡ് ഫെസ്റ്റിവലും വരാൻ പോകുന്നു. അതുകൊണ്ട് 7 മണിക്ക് എന്ന് പറഞ്ഞ് ഹീറോ മടിച്ച് പറഞ്ഞതും ഹീറോയിനും ശരി മനസ്സിലായെന്ന് പറയും. അപ്പോ ആ പാർക്കിൽ 7 മണിക്ക് മറക്കാതെ വരണമെന്ന് പറഞ്ഞ് ഹീറോ ഓടിക്കളയുവാണ്. നൈറ്റ് ഹീറോയിൻ ക്യൂട്ടായിട്ട് യുഗാട്ടയൊക്കെ ധരിച്ച് അരമണിക്കൂർ മുൻപേ വന്ന് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ 7 മണിയായി ഹീറോയെ കാണുന്നില്ല. അങ്ങനെ ടൈം പോയി അവസാനം 9 മണിയായി. പക്ഷെ ഇനിയും ഹീറോ വന്നില്ല. ഹീറോയിനും ഒരുമാതിരി ആകുന്നുണ്ട്. ഒരു പേടിയോടുകൂടി അവൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാണ്. നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഹീറോ തനാക്ക സ്കൂളിൽ ട്രാൻസ്ഫർ ആയി പോയി. എന്താ പ്രശ്നമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തിനാണ് അവൻ ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോയതെന്ന് അവന്റെ ഫ്രണ്ട്സുകളൊക്കെ സംസാരിക്കുന്നത് കേട്ടതും ഹീറോയിനും വളരെയധികം മനസ്സ് തകർന്നു പോകുന്നുണ്ട്. കട്ട് ചെയ്താല് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഓടി അതേ അമ്പലത്തിൽ വന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ഹീറോ ഇപ്പോ അവിടെ ഇല്ലല്ലോ. ഫസ്റ്റ് ടൈം അവനെ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്, ക്ലാസ് ടൈമിൽ കണ്ടു നോക്കി ചിരിച്ചത്, സൈറ്റ് അടിച്ചത് എല്ലാം ആലോചിക്ക് അവൾക്ക് വളരെയധികം ഫീൽ ആകുന്നുണ്ട്. അവസാനം പാർക്കിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പോയവൻ അങ്ങനെ പോയി. ഇതോർത്ത് അവൾ വളരെയധികം ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താല് ഹീറോയിൻ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ എന്തോ ഒരു ചിന്തയിൽ നമ്മുടെ ഹീറോയുടെ പേരാണ് അവൾ എഴുതുന്നത്. അവൾ ഇപ്പോഴും നമ്മുടെ ഹീറോയെ മറന്നിട്ടില്ല. ഇങ്ങനെ ഒരു 3 വർഷം കടന്നുപോയി. ജൂനിയർ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് ഹീറോയിൻ എത്തിക്കഴിഞ്ഞു. ബ്രേക്ക് ടൈം ആയതും ഹീറോയിന്റെ 2 ഫ്രണ്ട്സ് ഓടി വന്ന് നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുവാണ്. അതേസമയം ക്ലാസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് മക്കീത യൂരി. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് 2 ബോയ്സ് വന്ന് സംസാരിച്ചതും യൂരിയും വളരെ ക്യൂട്ടായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന ഹീറോയിന്റെ 2 ഫ്രണ്ട്സ് അവൾമാർക്ക് തീരെ പിടിക്കുന്നില്ല. ഈ യൂരി എന്തിന് വളരെ ക്യൂട്ടായ പോലെ അഭിനയിക്കുന്നേ, കാണാനെ ഭയങ്കര ക്രിഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ഇപ്പോ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി ആ യൂരി പെണ്ണിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. നമ്മുടെ ഹീറോയിനും വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്നാലും പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അവര് പിന്നാലെ തന്നെ പോകുന്നുണ്ട്. നിനക്കും ആ യൂരി ചെയ്യുന്നത് ക്രിഞ്ചായിട്ട് ഫീൽ ആകുന്നില്ലേ എന്ന് മറ്റവളുമാര് ഹീറോയിനോട് ചോദിക്കും. നമ്മുടെ ഹീറോയിനും എന്താ പറയണ്ടേന്ന് അറിയില്ല. അതെ എനിക്കും അവളെ പോലെ ആകാൻ തീരെ ഇഷ്ടമല്ല, ക്രിഞ്ച് തന്നെയാണെന്ന് അവര് പറയുന്നതിനെല്ലാം തലയാട്ടി പിന്നാലെ പോകുമ്പോ പെട്ടെന്ന് ഒരു പയ്യൻ വന്ന് കൂട്ടിയിടിക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ബണ്ണ് താഴെ വീഴാനായിട്ട് പോകുമ്പോഴേക്കും ഇടിച്ച പയ്യൻ അത് ക്യാച്ച് പിടിക്കും. ഇവളും ബണ്ണ് വാങ്ങി സോറി പറഞ്ഞു നിന്നതും ഇതൊരു സാഡ് പീസ് ഓഫ് ബ്രെഡ് ആണെന്ന് പറഞ്ഞിട്ട്
കേട്ട് ആ പയ്യൻ നടന്നു പോകുവാണ്. ഈ സൗണ്ട് കേട്ട് ഹീറോയിന് പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ ഓർമ്മയാണ് വരുന്നത്. അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാല് ആ പയ്യനും തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നുണ്ട്. ഇവളുടെ ഫ്രണ്ട്സ് നീ എന്താ അവിടെ ചെയ്യുന്നേ, വാ എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഞാൻ വരാമെന്ന് പറഞ്ഞ് അവൾ ഓടി വന്ന ആ പയ്യനെ നോക്കി ഹീറോയുടെ പേര് തനാക്ക എന്ന് വിളിച്ചു പോവാണ്. പക്ഷെ ആ പയ്യൻ തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല. അപ്പൊ അതാ അവളുടെ പിന്നിൽ നിന്ന് വന്ന ഒരു പയ്യൻ ഹേ മബൂജി എന്ന് വിളിച്ചതും അപ്പോ നമ്മുടെ ഹീറോ തിരിയുന്നുണ്ട്. എന്ത് മബൂജിയോ, എന്താ ഇതൊക്കെയെന്ന് നമ്മുടെ ഹീറോയിനും വളരെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അതേ കൺഫ്യൂഷനോട് കൂടി ഹീറോയിനും ക്ലാസ് കഴിഞ്ഞ് നടന്നു വരുമായിരിക്കും. അപ്പോ അതാ 3 വർഷത്തിന് മുമ്പ് ഇവരെപ്പോഴും കാണുന്നില്ലേ ഒരു പ്ലേസ്, അവിടെ ഹീറോ നിൽക്കുന്നുണ്ട്. ഇവളെ കണ്ട അവനും അമ്പലത്തിനുള്ളിലേക്ക് കയറിപ്പോയി. ഇവളും പിന്നാലെ ഓടി വന്ന് തനാക്ക എന്ന് വിളിച്ചതും എന്റെ പേര് മബൂജി എന്നാണെന്ന് ഹീറോ പറയും. ഇത് കേട്ട ഹീറോയിനും പിന്നെയും കൺഫ്യൂസ്ഡ് ആയി. ഓ സോറി എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാനായിട്ട് നിന്നതും വേഗം വന്നല്ലേ എന്ന് ഹീറോ പറയും. ഈ ഡയലോഗ് തന്നെയാണ് ഫസ്റ്റ് ടൈം ഹീറോയെ മീറ്റ് ചെയ്തപ്പോ അവൻ പറഞ്ഞത്. ഇത് കേട്ടതും ഹീറോയിൻ കൺഫേമേ ചെയ്തു. നീയല്ലേ തനാക്ക എന്ന് അവള് ചോദിക്കും. ഞാൻ തനാക്കയൊന്നുമല്ല, തനാക്കയായിട്ട് എനിക്ക് ഇനി ഇരിക്കാനും പറ്റില്ല. എന്റെ പാരന്റ്സ് ഡിവോഴ്സ് ചെയ്തതും ഞാൻ എന്റെ പേര് ചേഞ്ച് ചെയ്തെന്ന് ഹീറോ പറയും. നമ്മൾ രണ്ടുപേരും പിന്നെയും സെയിം സ്കൂളിൽ പഠിക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. നീ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചാല് ക്ലാസ് 1 ആണെന്ന് ഹീറോ പറയും. വാവ്, നീ ഇത്ര സൂപ്പർ ആയിട്ട് പഠിക്കുമോ, നീ ഇത്ര സ്മാർട്ട് ആണെന്ന് ഞാൻ വിചാരിച്ചേയില്ല തനാക്ക എന്ന് ഹീറോയിൻ പിന്നെയും അവന്റെ പേര് പറയാണ്. ഞാൻ എത്ര തവണ പറയുന്നു എന്റെ പേര് തനാക്കയല്ല, ഞാൻ മബൂജി ആണെന്ന്. അങ്ങനെ അവൻ ഒരുമാതിരി പറഞ്ഞിട്ട് പോകാൻ നിന്നതും ഇവൾക്കും എന്തോ പോലെ ആകുന്നുണ്ട്. എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കും. നീ വളരെയധികം മാറിപ്പോയി. എങ്ങനെ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് വേറൊരു പെൺകുട്ടിയെ പറ്റി അവളുടെ പിന്നിൽ നിന്ന് കുറ്റം പറയാം, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് ഹീറോ ഒരുമാതിരി പറഞ്ഞിട്ട് പോയതും യൂറിയെ കുറിച്ച് ഇവള് സംസാരിച്ചില്ലേ, അതിനെ കുറിച്ചാണ് ഹീറോ പറയുന്നത്. ഹീറോയിൻ പറയും, ഇത് നോക്ക്, യൂറിയെ പോലെ എനിക്ക് ഇനിയും തനിച്ചുള്ള ജീവിതം ജീവിക്കാൻ പറ്റില്ല. അവരെന്നെ വിട്ടു പോയാലോ ഞാൻ എന്ത് ചെയ്യും? അവരെന്നെ ഹേറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് അവള് ചോദിച്ചതും നോക്ക്, നീ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാലേ അവര് നിന്നെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങും. നീ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇരിക്കുന്നതും ഫേക്കായ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഹീറോ പോകുവാണ്. ഇത് കേട്ട് ഹീറോയിനും ഒരുമാതിരി ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ യൂരിയുടെ ഒരു പേപ്പർ പറന്നു പോയതും നമ്മുടെ ഹീറോയിനാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. യൂരിയും ക്യൂട്ടായിട്ട് താങ്ക് യു എന്ന് പറഞ്ഞത് വാങ്ങിക്കും. നീ എന്തിനാ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നേ, നിനക്ക് തണുക്കില്ലേ, ഉള്ളിൽ വന്നിരുന്ന് കഴിക്കാമല്ലോ എന്ന് ഹീറോയിൻ ചോദിച്ചതും അല്ല അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണെന്ന് യൂരിയും പറയും. അപ്പൊ അവളുടെ ബാഗിലുള്ള ഒരു ഡോള് കണ്ട് ഹേയ് ഇത് വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് ഹീറോയിൻ പറയും. ഇതേപോലെ എന്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, നിനക്ക് വേണോ എന്ന് ചോദിച്ച് അവളെ ബാഗിൽ നിന്ന് ഡോൾ എടുത്ത് ഹീറോയിന് കൊടുക്കാനായിട്ട് നോക്കിയാല് ഹേയ് വേണ്ട വേണ്ട, ഇത് എന്റെ സ്റ്റൈലല്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാനായിട്ട് തുടങ്ങുവാണ്. എല്ലാവരും എന്നെ വെറുക്കുമ്പോൾ നീ മാത്രമാണ് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത്, വളരെ താങ്ക്സ് എന്ന് യൂറി പറയും. ഇത് കേട്ടതും ഹീറോയിൻ തിരികെ വന്ന് നീ വളരെ സ്ട്രോങ് ആയ ഗേൾ ആണെന്ന് പറഞ്ഞതും ഇങ്ങനെ തനിയെ ഇരിക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ല ഞാൻ ഇങ്ങനെ തനിച്ചിരിക്കുന്നേ, കൂടെ ബോയ്സിന് ഇഷ്ടമാകുമെന്ന് കരുതിയുമല്ല ഞാൻ ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്നെ തന്നെ ഞാൻ പറ്റിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഇഷ്ടമാകാൻ വേണ്ടി എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് യൂരി പറഞ്ഞതും എനിക്കത് തരാമോ എന്ന് ഹീറോയിനും ആ ഡോള് ചോദിക്കുന്നുണ്ട്. അവളും ചിരിച്ചുകൊണ്ട് അത് അവൾക്ക് കൊടുക്കുവാണ്. യൂരിയുമായിട്ട് സംസാരിച്ച് വളരെ സന്തോഷത്തോടെ ഡോളുമായിട്ട് അവള് ക്ലാസ്സിലേക്ക് വരുമ്പോ ഫ്രണ്ട്സ് ചോദിക്കും ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയതെന്ന്. എനിക്ക് യൂരിയാണ് ഇത് തന്നതെന്ന് പറഞ്ഞതും ഇത് കേട്ട് ഇവളുടെ ഫ്രണ്ട്സ് എന്താ ഫുഡാബ, നീ അവളുമായിട്ട് സംസാരിച്ചിട്ടാണോ വരുന്നത്? ഇല്ലടി, അവള് തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെന്ന് സംസാരിച്ചത്. ഹേയ് അവള് വേണമെന്ന് വെച്ചാണ് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നേ, ഇങ്ങനെയൊക്കെ ചെന്ന് നീ അവൾക്ക് അറ്റൻഷൻ കൊടുക്കരുതെന്ന് ഇവൾമാര് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയതും ഫസ്റ്റ് ഇവള് ജൂനിയർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവളെ കുറിച്ച് 3 പെൺകുട്ടികൾ കുറ്റം പറഞ്ഞില്ലേ, ബോയ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് അവള് ക്യൂട്ടായിട്ട് നടക്കുന്നതെന്ന്. അതും പിന്നീട് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി യൂറിയെ കുറിച്ച് പറഞ്ഞതും ഹീറോ ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പോയതും യൂരി എന്റെ സെൽഫിനെ തന്നെ ഞാൻ പറ്റിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ചിന്തിച്ച ഹീറോയിനും ഇപ്പൊ ബോൾഡ് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അവൾ ഒരു ഫേക്ക് ആയ പെൺകുട്ടിയൊന്നുമല്ല, അവൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് അവൾ ഇരിക്കുന്നത്. നിങ്ങൾക്കാണ് അവള് ക്യൂട്ടായിട്ട് ഇരിക്കുന്നത് കണ്ട് അസൂയ. എല്ലാ ബോയ്സും അവളുമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോ നിങ്ങൾക്ക് അത് കണ്ട് കണ്ട് അസൂയാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നത്. അവളുടെ മേലെ യാതൊരു തെറ്റുമില്ലെന്ന് യൂരിക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുവാണ്. ഇപ്പൊ യൂരി തന്നെ ഇവളുടെ കൂടെ വന്ന് നിന്ന് നിങ്ങൾക്ക് എന്റെ മേലെ ഒരുപാട് ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും അവൾമാർക്ക് വളരെ ടെൻഷനായി. ഇവൾ
എന്തൊക്കെയോ ഓവറായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾമാരും പിറുപിറുത്തിട്ട് ഇറങ്ങിപ്പോയി. പോകുന്ന വഴിക്ക് ആ ഫുട്ടാബ അവള് തന്നെയല്ലേ മുമ്പ് യൂരിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ളത്, എന്നിട്ടിപ്പോ നല്ലവളായിട്ട് നടിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയതും ഇത് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു പയ്യൻ ഓടി വന്ന്, എന്താ നിന്റെ ഗ്രേഡ്സ് എല്ലാം എങ്ങനെ ഇരിക്കുന്നേ, ഇതാണ് നിന്റെ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, എന്താ നീ കേൾക്കാത്ത പോലെ നിൽക്കുന്നതെന്ന് ചോദിച്ചാല് ഹീറോ അതിന് മറുപടി പറയാതെ മൈൻഡ് ചെയ്യാതെ പോയി കളയും. കട്ട് ചെയ്താല് വീട്ടിലുള്ള ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവര് 3 പേരുള്ള ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്ന് ആ 2 പെൺകുട്ടികളും ലെഫ്റ്റ് ആയി പോയി. നെക്സ്റ്റ് ഡേ ഇത് ആലോചിച്ച് ശോകത്തിലിരിക്കുമായിരിക്കും നമ്മുടെ ഹീറോയിൻ. ആ ടൈം ഹീറോ വന്ന്, അല്ല നിന്റെ ഫ്രണ്ട്സ് എവിടെ, അവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. എല്ലാം നീ പറഞ്ഞത് കൊണ്ടാ, അവര് ഫേക്ക് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞതും, ഓ അപ്പോ ഇത് എന്റെ ഫോൾട്ട് ആണെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കും. ഇല്ലില്ല, ഇത് എന്റെ തെറ്റാണ്, ഞാൻ തനിച്ചാകുമെന്ന് പേടിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അവരെ കറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്ത് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ, സോ തീർച്ചയായിട്ടും ഇത് എന്റെ തെറ്റാണെന്ന് ഹീറോയിൻ വളരെ ഫീൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ആ വഴി 2 പയ്യന്മാര് നമ്മുടെ ബാൻഡിന് എന്ത് പേര് വെക്കോടെ എന്ന് സംസാരിച്ചുകൊണ്ടേ നടന്നു വരുന്നുണ്ട്. അവന്മാരെ കണ്ടതും പെട്ടെന്ന് ഹീറോയിനെ പിടിച്ച് ഹഗ് ചെയ്യുവാണ്. അവൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. പോകുന്ന പയ്യന്മാര് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന പോലെ കമന്റ് പറഞ്ഞ് ചിരിച്ചിട്ട് പോകുന്നുണ്ട്. അവര് പോയി കഴിഞ്ഞതും ഹീറോ ഇറ്റ്സ് ഓക്കെ എന്ന പോലെ പറയുവാണ്. ഹീറോയിൻ സത്യത്തിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. തനാക്ക എന്ന പോലെ അവള് നോക്കി നിൽക്കുവാണ്. ഞാൻ നിന്നോട് എത്ര തവണ പറയണം, എന്റെ പേര് തനാക്ക അല്ല, തനാക്ക എപ്പോഴേ പോയെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നതും ഹീറോയിൻ അവന്റെ ഫസ്റ്റ് നെയിം വെച്ച് വിളിക്കും, കോയു എന്ന്. എനിക്ക് മബൂജി എന്ന് വിളിച്ചാല് വേറെ ആരോ വിളിക്കുന്ന പോലെയുണ്ട്, നിനക്ക് തനാക്ക എന്ന് വിളിച്ചാലല്ലേ പ്രശ്നം, ഇത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാല് നിനക്ക് തോന്നുന്നത് എന്ത് വേണമെങ്കിലും വിളിക്കെന്ന് പറഞ്ഞിട്ട് ഹീറോ പോയി. ഇപ്പോ ക്ലാസ് കഴിഞ്ഞതും നമ്മുടെ ഹീറോയിൻ നേരെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി സോറി പറയുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു, അതെന്റെ തെറ്റാണ്, നിങ്ങൾ എന്നെ വെറുക്കാൻ പാടില്ലെന്ന് കരുതിയാണ് ഇത്ര നാള് ഞാൻ ഒന്നും മിണ്ടാതെ നിങ്ങളുടെ കൂടെ തന്നെ നിന്നത്, കാരണം ഞാൻ തനിച്ചാകുമോ എന്ന് പേടിച്ചു പോയെന്ന് പറഞ്ഞതും, നീ ഇങ്ങനെ ബിഹേവ് ചെയ്തത് കൊണ്ടൊന്നും ഞങ്ങൾ നിന്നെ വെറുക്കുന്നില്ല, പക്ഷെ നീ ഇനി ഞങ്ങൾക്ക് സെറ്റ് ആവില്ലെന്ന് പറഞ്ഞിട്ട് അവൾമാരും പോയി. ഇത് കേട്ടുകൊണ്ട് നിന്ന യൂരി വന്ന്, അപ്പോ ഇനി മുതല് നിനക്ക് അവരുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിക്കും. എന്നാലും ഫസ്റ്റ് ടൈം അവരുമായിട്ട് ഒരു പ്രോപ്പർ ആയ കോൺവെർസേഷൻ നടത്താൻ പറ്റില്ലോ എന്ന് ഹീറോയിനും പറയും. ഇത് കേട്ട് യൂരി, പക്ഷെ നമുക്ക് 2 പേർക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറയും. ഇത് കേട്ട് 2 പേരും ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, 2 പേരും ഫ്രണ്ട്സ് ആയി. സ്റ്റേഷൻ വരെ ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞ് 2 പേര് സന്തോഷത്തോടെ ബാഗും എടുത്തിറങ്ങി. കട്ട് ചെയ്താല് കുറച്ച് ഡേയ്സ് കഴിഞ്ഞാണ് കാണിക്കുന്നത്. ഹീറോയിനും ഇപ്പൊ ക്ലാസ്സിലേക്ക് ഓടി വരുമായിരിക്കും. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. യൂരിയും ഇവളും ഒരേ ക്ലാസ്സിലാണ്. സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ യൂരി ഇവളെ നോക്കി ഹായ് പറയുന്നുണ്ട്. അപ്പോ ഒരു പയ്യൻ ഹീറോയിനെ ഇടിച്ചിട്ടിട്ട് ഓടിപ്പോയി വേറൊരു പെണ്ണിന്റെ അടുത്ത് വന്ന്, കണ്ടോ നമ്മൾ 2 പേരും ഒരേ ക്ലാസ്സിൽ വന്നത്, വിധി തന്നെയാണ് നമ്മളെ 2 പേരെയും 2 വർഷവും ഒരേ ക്ലാസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് അവൻ വളരെ സന്തോഷത്തിൽ പറയുന്നുണ്ട്. ആ പെണ്ണാണെങ്കിലും ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോ വേറൊരു പയ്യൻ വഴിയിൽ നിന്ന് മാറി നിൽക്കെന്ന് പറഞ്ഞ് കയറി വരുന്നുണ്ട്. നോക്കിയാൽ അത് നമ്മുടെ ഹീറോ ആയിരിക്കും. കോയു, നീ ഇതേ ക്ലാസ്സിലാണോ, എങ്ങനെ നീ ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് നമ്മുടെ ഹീറോയിന് ഭയങ്കര ഷോക്ക് ആകുന്നുണ്ട്. എനിക്കിത്തവണ കുറച്ച് മാർക്ക് കുറവാണ്, അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞ് ഹീറോ വന്നിരിക്കും. ഇത് കേട്ട ഹീറോയിന് സന്തോഷം സഹിക്കാനേ പറ്റുന്നില്ല. ഇപ്പോ ഹീറോയിനും ഒരേ ക്ലാസ്സിലായല്ലോ. ഹീറോ വന്നപ്പോഴേ ഫസ്റ്റ് ഡേ തന്നെ ഫ്രണ്ട്സിനെ കിട്ടി. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് എന്തോ സോക്കർ മാച്ചിനെ പറ്റി. നോക്ക്, വന്നതും ഫ്രണ്ട്സിനെ സെറ്റ് ആക്കിയത് കണ്ടോ എന്ന് പറഞ്ഞ് ഹീറോയിന് അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുമായിരിക്കും. പെട്ടെന്ന് ഹീറോ തലതിരിച്ച് നോക്കിയതും ഇവൾ ഒന്നറിയാത്ത പോലെ ഇരിക്കും. ഇങ്ങനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂരി വന്ന് അവളോട് സംസാരിക്കുന്നത്. യൂരിയെ കണ്ടതും 2 പെൺകുട്ടികള്, ഇവളെയാണ് ലാസ്റ്റ് ഇയർ എല്ലാ ഗേൾസും പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തോ ഇവളെ ആർക്കും ഇഷ്ടമല്ല അത്രേ, എന്താ പ്രശ്നം എന്നറിയില്ല, പക്ഷെ തെറ്റ് ഇവളുടെ ഭാഗത്താണെന്ന് തോന്നുന്നെന്ന് അവൾമാര് കുറ്റം പറയാനായിട്ട് തുടങ്ങിയതും യൂരി ഇത് കേൾക്കുന്നുണ്ട്. അവൾക്കൊരു മാതിരി വിഷമാകുവാണ്. പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകും. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിനും എന്താ ചെയ്തത് നോക്കിയാല്, മുന്നേ അവൾക്ക് ഒരു കീ ചെയിൻ കൊടുത്തിരുന്നില്ലേ, അതേപോലെ ഒന്ന് ഇവളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വന്ന് യൂരിയെ കാണിച്ചിട്ട്, കണ്ടോ നമ്മൾ 2 പേർക്കും ഒരേ കീ ചെയിൻ മാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇത് കേട്ട് യൂരിയും സങ്കടം മറന്ന് ചിരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടതും ആ പെൺകുട്ടികള്, കേട്ട പോലെ അത്രയ്ക്കും മോശം പെൺകുട്ടിയാണ് ഇവളെന്ന് തോന്നുന്നില്ലെന്ന് പറയും. ഇത് ഹീറോയിനും കേൾക്കുന്നുണ്ട്. അവൾക്കും വളരെ സന്തോഷായി. പക്ഷെ അടുത്ത സെക്കൻഡിൽ അവൾമാര് നമ്മുടെ ഹീറോയിൻ യൂരിക്ക് സപ്പോർട്ട് ചെയ്ത് അവളുടെ 2 ഫ്രണ്ട്സിനെ പിണക്കിയില്ലേ, അതിലെ യൂരിയാണ് എന്തോ ചെയ്തതെന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോഴാണ് വാ തുറന്ന് നല്ലത് പറഞ്ഞത്. അടുത്ത സെക്കൻഡിലെ ആ പ്ലേറ്റ് മറിച്ചിട്ടു. ഇതൊക്കെ നമ്മുടെ ഹീറോയും കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹീറോയിൻ തിരികെ അവളുടെ സീറ്റിലേക്ക് വന്നിരുന്നതും യൂരിക്കും ഇവൾക്കും നടുവില് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നുണ്ട്. അവളുടെ പേര് മുരോ എന്നാണ്. ഹീറോയിൻ ചിരിച്ച് സംസാരിക്കാൻ ചെന്നാലും അവളൊന്നും മൈൻഡ് പോലും ആക്കുന്നില്ല. കാതിലെ ഹെഡ്സെറ്റും വെച്ചിട്ട് ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങി. എന്നാലും ഹീറോയിൻ
സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഹെഡ്സെറ്റ് വെച്ചത് കൊണ്ട് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണോ അവള് റെസ്പോണ്ട് ചെയ്യാത്തത് കണ്ട് സോറി എന്ന് പറഞ്ഞ് ഒന്നും നടക്കാത്ത പോലെ ഹീറോയിൻ കമഴ്ന്നു കിടക്കും. ഇത് ഹീറോയും നോട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താല് ഒരു പയ്യൻ ഹീറോയുടെ അടുത്ത് വന്ന് ഗ്രേഡ്സ് കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നില്ലേ, അവൻ ഒരു നോട്ടീസ് ബോർഡിൽ കുത്തിവെച്ചിട്ട് പോയതും ഇതാ മുരോ പെണ്ണാണ് കാണുന്നത്. എന്താണെന്ന് വന്ന് നോക്കിയാല് ലീഡർഷിപ്പ് ട്രെയിനിങ് നോട്ടീസാണ് ഒട്ടിച്ചിട്ട് പോയത്. ആ ട്രെയിനിങ്ങിന് ഇപ്പൊ ഒട്ടിച്ചിട്ട് പോയ പയ്യനാണ് ഹെഡ് എന്ന് തോന്നുന്നു. അവനെ ഇവള് ഫോട്ടോ എടുക്കാനായിട്ട് നോക്കിയതും ഇവളുടെ പിന്നാലെ ഒരു പയ്യൻ നടക്കുന്നില്ലേ, അവൻ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കരോക്കെ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന പോലെ ചോദിക്കും. ഇവന്റെ പേര് മിനാത്തോ എന്നാണ്, നമുക്ക് നാത്തോ എന്ന് വിളിക്കാം. പക്ഷെ മുരോ പെണ്ണ് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയി കളയും. ഇതേ ടൈം നമ്മുടെ ഹീറോയിൻ ഇവരെപ്പോഴും മീറ്റ് ചെയ്യുന്നില്ലേ ടെമ്പിള്, അതിന് മുമ്പിൽ വന്ന് കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുമായിരിക്കും. അപ്പോ നമ്മുടെ ഹീറോ വന്ന് ഈ വർഷം ഒരുപാട് മാർക്ക് കുറഞ്ഞോ എന്ന് ചോദിച്ചതും എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ക്ലാസ് പുതിയ ഫ്രണ്ട്സ്, ഞാനും അറ്റാച്ച്ഡ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല, അതുകൊണ്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാം, അതാണ് നല്ലതെന്ന് തോന്നുന്നെന്ന് അവള് പറയും. അതിന് നമ്മുടെ ഹീറോ ഇപ്പോഴല്ലേ തുടങ്ങിയിട്ടുള്ളത്, നീ എന്തുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇരുന്നൂടാ എന്ന് പറഞ്ഞിട്ട് പോകും. അതായത് മുൻപ് ഒരു ടോക്സിക് ഫ്രണ്ട് ഗ്രൂപ്പിൽ ഇരുന്നില്ലേ, അതേപോലെ ഒന്നുമില്ലാതെ നോർമലായി ഇവൾക്ക് എങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടം അങ്ങനെ. ദെൻ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലെ ക്ലാസ് റെപ്പായിട്ട് ഇരിക്കാൻ ആരാണ് റെഡി എന്ന് ക്ലാസ് ടീച്ചർ ചോദിക്കും. അതും ആരും കൈപൊക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഹീറോയിൻ മാത്രം ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കൈപൊക്കി. അടുത്തത് ബോയ്സിന്റെ സൈഡിൽ നിന്ന് ഒരു റെപ്പിനെ വേണമല്ലോ, അതിന് ആരാ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാല് ഒരുത്തൻ പോലും മിണ്ടുന്നില്ല. ഈ വിഷയം സംസാരിച്ചതായി പോലും അവന്മാര് കാട്ടുന്നില്ല. നമ്മുടെ ക്ലാസ് മറ്റുള്ള ക്ലാസ്സിനെ പോലെ ആകാൻ പാടില്ല, യുണീക്കായി വളരെ നന്നായിട്ടിരിക്കണം എന്നാ ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടി എന്റെ കൂടെ ചേർന്ന് ആര് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ അവരോട് സംസാരിച്ചതും ഞാൻ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഹീറോ കൈപ്പൊക്കി. ശരി മുന്നിലേക്ക് വാ മോനെ എന്ന് ടീച്ചർ വിളിക്കുന്നുണ്ട്. ഇവൻ വരുന്നത് നോക്കി തന്നെ ഹീറോയിൻ നിന്നതും ഹീറോ എന്താ എന്ന് ചോദിക്കും. അവള് താങ്ക്സ് പറഞ്ഞതും അതെന്തിനാ ഇപ്പൊ പറയുന്നേ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞാലല്ലേ ക്ലാസ് പെട്ടെന്ന് എടുത്ത് തീർക്കൂ, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞതും ഇത് കേട്ട് ഹീറോയിൻ ചിരിക്കും. കുറച്ച് മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇവന്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആരൊക്കെ വരാൻ പോകുന്നു, നമുക്ക് 3 പേരുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതും അതിന് മുരോ പെണ്ണാണ് ആദ്യം കൈപൊക്കുന്നേ. അവളെ കണ്ടതും നാറ്റയും ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. സോ ഇവരെല്ലാവരെയും കണ്ടിട്ട് നമ്മുടെ യൂരിയും പതിയെ പതിയെ കൈപൊക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ 3 പേരുമാണ് കമ്മിറ്റിയിൽ വരാൻ പോകുന്നത്, വർക്ക് കുറച്ച് അധികമായിരിക്കും, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ഹീറോയിൻ ചോദിച്ചാല് അതിന് അവരെല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. സോ ഇവരെല്ലാവരും ഇപ്പോ 3 ഡേയ്സ് 2 നൈറ്റ് ലീഡർഷിപ്പ് ട്രെയിനിങ് ചെയ്യാൻ പോകുവാണ്. അത് ടീച്ചറും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മുര എല്ലാം കലണ്ടറിൽ മാർക്കൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. കട്ട് ചെയ്താല് ആ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് തന്നെ എന്തോ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താ ഇത്, ഇതിലും നല്ലത് മിണ്ടാതെ വാ മൂടി ക്ലാസ്സിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു എന്ന് നാത്തോ പിരിവെടുക്കാനായിട്ട് തുടങ്ങി. ഇല്ലടാ ഇത് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലേ, നമ്മൾ ചെയ്തേ പറ്റുമെന്ന് ഹീറോയിനൊക്കെ പറയാൻ തുടങ്ങിയതും ശരി പറ ഈ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കും. അതിന് മുരോ പെണ്ണ് പറയും ഇത് ക്ലാസ്സിനും ഇവന്റ് കമ്മിറ്റിക്കും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, ക്യുക്കായി എല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞതും അപ്പോഴാണ് ഹീറോ സോറി ഗൈസ് ലേറ്റ് ആയെന്ന് പറഞ്ഞ് കയറി വരുന്നേ. എന്താ നീ ലേറ്റ് ആയെന്നോ, ക്ലാസ് സ്റ്റെപ്പായിട്ട് നീ ലേറ്റ് ആയി വരുന്നോ, അങ്ങനെ നീ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാല് ഞാൻ ഉറങ്ങുമായിരുന്നെന്ന് ഹീറോ പറയും. പിന്നാലെ ഹെഡ് ടീച്ചർ വന്ന് എന്താ മബൂജി ക്ലാസ് സ്റ്റെപ്പായിരുന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ലേറ്റ് ആയിട്ട് വരാമോ, എല്ലാവർക്കും നീയാണ് എക്സാമ്പിൾ ആയിരിക്കേണ്ടത്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് അവർ ചോദിക്കാനായിട്ട് തുടങ്ങി. അവർ സംസാരിക്കാനായിട്ട് തുടങ്ങിയതും ഓക്കെ സോറി എന്ന് ഹീറോ നിർത്തുന്ന രീതിയിൽ പറയാണ്. എന്തായത് ഇവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടോ എന്ന് സാറിന് പെട്ടെന്ന് ദേഷ്യം വരും. ഇവന്റെ അടുത്ത് ഗ്രേഡ്സിനെ കുറിച്ച് മുമ്പ് ഒരു പയ്യൻ സംസാരിച്ചില്ലേ, ആ പയ്യൻ ഓടി വന്ന് പ്ലീസ് സോറി സാർ, ഇനി മുതൽ ഇതേപോലെ നടക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഇവന് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയാണ്. ആക്ച്വലി അത് പയ്യനല്ല, ഒരു ടീച്ചറാണ്. എല്ലാവരും നമ്മുടെ ഹീറോയിനൊക്കെ അവരെ ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. സോ ഇനി ടീച്ചർ എന്ന് നമുക്ക് വിളിക്കാം. ഇത് കേട്ട് ശരി ചെയ്ത തെറ്റിന് അപ്പോളജി ലെറ്റർ എഴുതി കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് സാറും അവിടെ നിന്ന് പോയി. ഹീറോയ്ക്കും ചെറുതായി ഇറിറ്റേറ്റ് ആയ പോലെ അവൻ വന്നിരിക്കുന്നുണ്ട്. മുരോ നോക്കി നീ കുറച്ച് കാമായിട്ട് റെസ്പെക്ട് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ടീച്ചർക്കും വളരെ എഫക്ട് ആകുന്നുണ്ടെന്ന പോലെ പറഞ്ഞതും ഞാൻ ഇങ്ങനെ ആയതിൽ എന്റെ ബ്രദർക്ക് യാതൊരു എഫക്റ്റും ഇല്ലെന്ന് ഹീറോ പറയും. ഇത് കേട്ട് ഹീറോയിനാകെ ഷോക്കായി. എന്ത് ബ്രദർ എന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കും. അതെ മബൂജിയുടെ ബ്രദർ ആണ് ആ ടീച്ചർ, എന്താ നിനക്ക് അറിയില്ലെന്ന് നാറ്റോ ചോദിക്കുവാണ്.
ഇല്ല, സത്യമായിട്ട് എനിക്ക് അറിയില്ലെന്ന് ഇവൾക്ക് വളരെ ഷോക്ക്. ഞാനിത് മറയ്ക്കണമെന്ന് കരുതിയില്ല, എന്തോ പറഞ്ഞില്ല എന്ന് ഹീറോ പറയാണ്. മോരോ ചോദിക്കും, അപ്പോ നീ ടീച്ചറിന്റെ കൂടെയാണോ താമസിക്കുന്നതെന്ന്. ഇല്ല, അവൻ വേറെ അപ്പാർട്ട്മെന്റിലാണ്, ഞാൻ എന്റെ അച്ഛന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോ നിന്റെ അമ്മ എവിടെയാ, അവര് വരാറില്ലേന്ന് ഹീറോയും ചോദിച്ചതും ഇത് കേട്ട ഹീറോ വലിയ റെസ്പോൺസ് ഒന്നും കൊടുക്കുന്നില്ല. അവനൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. കട്ട് ചെയ്താല് ഇവന്റിനെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്തുവോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് വിളിച്ചു വരുത്തുന്നുണ്ട്. ക്ലാസ് ഒന്നിനോട് എന്ന് പറഞ്ഞതും ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് സോഷ്യൽ സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയും. ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയതും നോക്കടി സൂപ്പർ, എന്ത് വാലിഡ്സ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ആ കുട്ടി പറയുന്നതെന്ന് യൂരിയും ഹീറോയിനും പറയും. അടുത്തത് ഇപ്പോ സാറ് ക്ലാസ് 3യോട് പറയാനായിട്ട് പറയും. അത് നമ്മുടെ ടീംസ് ആയിരിക്കും. ഇവരെന്താ ഡിസ്കസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഹീറോയിനൊക്കെ പേടിച്ചിരിക്കുമ്പോ ഹീറോ നോട്ട് വാങ്ങി തുറന്നു നോക്കുവാണ്. നോക്കിയാല് ഗ്രേറ്റ് മെമ്മറീസ് എന്ന് മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സാറാണെങ്കിൽ ക്ലാസ് 3 എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ ഹീറോ എഴുന്നേറ്റ് നിന്ന് സ്കൂൾ ഇവന്റ് ആണേലും ഒരു ഗോൾ പോലെ സെറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പായി ചെയ്യണം. അങ്ങനെ ചെയ്താല് അത് ബെസ്റ്റ് ഐഡിയ ആണെന്ന് ഹീറോ പറഞ്ഞതും സൂപ്പർ, വളരെ നന്നായിട്ടുണ്ടെന്ന് സാറ് പറയും. പക്ഷെ ഇവന്റെ ചേട്ടൻ ടീച്ചർ ഉണ്ടല്ലോ, അവരെന്താ പറയുന്നതെന്ന് നോക്കിയാല് യൂണിറ്റിയെ കുറിച്ച് നീ തന്നെയാണോ പറയുന്നേ, എന്താണെന്ന് പറയാൻ പറഞ്ഞതും നമുക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങള് ഗ്രൂപ്പായിട്ട് ചെയ്താല് സാധിക്കുമല്ലോ. ഇപ്പോ ഹീറോയിൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി ഒരു ഡേ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞതും ശരി, ഇത് നന്നായിട്ടുണ്ടെന്ന് ചേട്ടൻ പറയാണ്. എല്ലാവരും ക്ലാപ്പ് ചെയ്ത് അവനോട് ഇരിക്കാനും പറയുന്നുണ്ട്. ഹീറോയിൻ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് എന്താ നീ എന്നെ തന്നെ നോക്കിയിരിക്കുന്നേ, ഇത് തന്നെയല്ലേ നീ എഴുതി വെച്ചിരിക്കുന്നേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്താല് ഡേ ആൻഡ് നൈറ്റ് ആണല്ലോ ഇവർക്ക് ട്രെയിനിങ് ഉള്ളത്. സോ ഹീറോയിനും ഡെസ്കിൽ തല വെച്ച് കിടക്കുമ്പോ ഹീറോ വരുന്നുണ്ട്. ലൈറ്റ് ഓഫ് ആക്കാതെ നൈറ്റ് നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്, പക്ഷെ കോയു നീ ഒരുപാട് അമേസിംഗ് ആണ്, എല്ലാം നീ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനോ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്ന് അവള് പറയും. ഹീറോ അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. ഞാനും നിന്നെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് അവള് വളരെ ഫീൽ ചെയ്ത് പറയാൻ തുടങ്ങിയതും ഹീറോ അവളുടെ ഓപ്പോസിറ്റിൽ വന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാനത് ജസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മേ ബി ഞാനത് അത്രയ്ക്ക് ഈസി ആയിട്ട് എടുത്തത് കൊണ്ടാകാം, പക്ഷെ നീ എന്നെക്കാളും പ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് അവൻ പറഞ്ഞതും ഇവൾ അവനെ നോക്കി തിരിഞ്ഞു കിടക്കും. അവൻ സ്റ്റിൽ അപ്പോഴും തിരിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. നീ ഇത്ര ഡൗൺ ആയിരിക്കുന്നത് കണ്ടാല് നീ നിന്റെ സെൽഫിനെ എന്തോ പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു കടന്നതും രണ്ടുപേരും ക്ലോസ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. തമ്മിൽ രണ്ടുപേരും ഒരു നിമിഷം അങ്ങനെ നോക്കി കിടന്നു പോകുന്നുണ്ട്. ഹീറോയ്ക്ക് എന്തോ പെട്ടെന്ന് ഷൈ ആയെന്നാ തോന്നുന്നേ. അവൻ കിടന്ന പോലെ തന്നെ തല തിരിച്ചു കിടക്കും. നീ എന്നെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വേസ്റ്റ് ആണെന്ന് ഹീറോ പറയും. നീ ഇതുവരെ നിന്നെ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുവാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പോകാനാണ് ഇഷ്ടമെന്നും അവൻ പറയും. അതിന് ഹീറോയിൻ പെട്ടെന്ന്, കോയു, നിനക്ക് കോയു മബൂജി ആയിരിക്കാനാണോ ഇഷ്ടം, എന്താ കോയു തനാക്ക പോയതെന്ന് അവള് ചോദിക്കുവാണ്. ഇവന്റെ പേര് ചേഞ്ച് ചെയ്തതിനെ കുറിച്ചാണ് അവള് ചോദിക്കുന്നത്. അവന്റെ മുടിയിൽ അവള് പതിയെ ടച്ച് ചെയ്ത് അവനോട് ക്ലോസ് ആയിട്ട് വന്ന് കിടക്കുവാണ്. പക്ഷെ ഹീറോ എന്താ വിചാരിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങിയതും അവളവനെ വേഗം വന്ന് പിടിച്ചു നിർത്തി. നീ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഹെൽപ്പും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ആകാൻ കഴിയുന്നില്ലല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ഹീറോയിൻ കുറച്ച് ഒച്ചയെടുത്ത് തന്നെ സംസാരിക്കുവാണ്. നീ കുറിച്ച് പതിയെ സംസാരിക്കാമോന്ന് ഹീറോ പറഞ്ഞതും അവൾക്കത് പെട്ടെന്ന് സാഡ് ആയെന്നാ തോന്നുന്നേ. തല കുനിച്ച് നിൽക്കുമ്പോ അപ്പോ ഹീറോ അവളുടെ തോളിലേക്ക് തല ചായച്ചിട്ട്, സോറി, അന്ന് ഞാൻ ലാൻഡഡ് ഫെസ്റ്റിവലിന് വരാൻ പറ്റിയില്ലല്ലോ എന്ന് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി നീ വരുമെന്ന് കരുതി കുറെ നേരം ആ പാർക്കില് വെയിറ്റ് ചെയ്ത് കാണുമല്ലേ. അതെ, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നീ പക്ഷെ വന്നില്ലെന്ന് അവള് പറഞ്ഞതും ഞാനും അവിടേക്ക് വരാമെന്നാ കരുതിയത്. പക്ഷെ എന്റെ വീട്ടില് നിറയെ കാര്യങ്ങളും നടന്നു, അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. നിന്നെ അന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി എന്ന് അവളോട് അവൻ പറയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി ഷൈ ആകുന്നുണ്ട്. നമ്മളിങ്ങനെ ഹഗ് ചെയ്ത് നിന്നില്ലേ, അത് തെറ്റല്ലേ എന്ന് ചോദിച്ചതും അവൻ അതിനൊരു സോറി പറഞ്ഞിട്ട് ഞാനിത് ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു പോകുവാണ്. ഹീറോയിന് ഗുഡ് നൈറ്റ് പറഞ്ഞതും അവൻ ജസ്റ്റ് അവളെ നോക്കി ചിരിച്ചിട്ട് നടന്നു പോകും. അവൻ എന്തോ എന്നോട് പറയാൻ വരുന്നത് പോലെയുണ്ട്, പക്ഷെ അവനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ടും അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോ ആ പഴയ തനാക്കിയായി എന്നോട് അവൻ സംസാരിച്ചതുപോലെ എനിക്ക് തോന്നിയെന്ന് ഹീറോയിൻ വളരെ ഫീൽ ആകുന്നുണ്ട്. ഹീറോ നടന്നു വരുമ്പോ നമ്മുടെ ഹീറോയുടെ ബ്രദർ ആ ടീച്ചർ കാണുന്നുണ്ട്. നീയാണോ യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചത്, എനിക്കത് വിശ്വസിക്കാനേ
പറ്റുന്നില്ലെന്ന് അവനെ വെറുതെ കളിയാക്കാനും തുടങ്ങുന്നുണ്ട്. ഹീറോ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് നടന്നുപോയി. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ അന്ന് പറഞ്ഞില്ലേ, നമ്മള് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് നിറയെ നല്ല നല്ല മെമ്മറീസ് വേണമെന്ന്. ആ പോയിന്റ്സ് ഒക്കെ അവൾ അവളുടെ ഡിസ്കഷൻ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോയിൻ സ്കൂളിലായിരിക്കുമ്പോ ഹീറോ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ആരാത് കോയോ ആണോ എന്ന് ഇത് കണ്ട് അവളും പതിയെ പിന്നാലെ പോയി നോക്കിയാല് ആ പെണ്ണ് ഇവനെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ സോറി എന്ന് പറഞ്ഞതും ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി. ഇവൾ ഇതെല്ലാം പുറത്തു നിന്ന് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ഇവളും പതിയെ പോകാനായിട്ട് നോക്കിയാല് കറക്റ്റ് ആയിട്ട് ഹീറോയുടെ മേലെ വന്ന് കൂട്ടിയിടിക്കും. നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാല് ഇവൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ തപ്പുന്നുണ്ട്. ഓഹോ, അപ്പോ ഇങ്ങനെ ഒളിഞ്ഞെത്തി നോക്കുന്ന ഹാബിറ്റ്സ് ഒക്കെ നിനക്കുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോ പോയതും അയ്യ ഞാനൊന്നും ഒളിഞ്ഞു നോക്കിയില്ല, ഞാൻ ചുമ്മാ ഇതുവഴി പോയതാണെന്ന് ഹീറോയിന്റെ പിന്നാലെ തന്നെ അവള് പോകുന്നുണ്ട്. ആ കൊച്ചു വളരെ ക്യൂട്ടായിരുന്നല്ലേ എന്ന് അവള് ചോദിക്കും. അതെ അതെ എന്ന് പറഞ്ഞിട്ട് ഇവന് മുമ്പിലേ നടന്നു പോകുവാണ്. നിനക്ക് ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അവള് ചോദിക്കും. അങ്ങനെ ഒന്നും എനിക്കില്ലെന്ന് ഇവൻ പറഞ്ഞതും ഇവള് പെട്ടെന്ന് അവനെ ഓവർടേക്ക് ചെയ്ത് വന്ന് അപ്പോ നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്തിനാ നീ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നതെന്ന് ഹീറോ പെട്ടെന്ന് ചോദിച്ചതും ഇവൾക്ക് മറുപടി ഇല്ലാതെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സത്യം പറ, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് അവൻ എടുത്ത വഴിയെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുവാണ്. ഹീറോയിന് പെട്ടെന്ന് ചോദിച്ചത് കേട്ട് ആകെ ഷോക്ക് ആകുന്നുണ്ട്. പക്ഷെ ഹീറോ തന്നെ ചുമ്മാ പറഞ്ഞതാ, കിഡിങ് ആണ്, വിടെന്ന് പറഞ്ഞിട്ട് പോകും. ശരി, കിഡിങ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചത് പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞ് ഹീറോയിൻ ചോദിക്കും. ഞാൻ ആരെയും ലവ് ചെയ്യുന്നില്ല, ഞാൻ ആരുടെ കൂടെയും ഡേറ്റിന് പോയിട്ടില്ലെന്ന് പറഞ്ഞതും അതെന്തുകൊണ്ടാണെന്ന് അവൾ ചോദിക്കും. അതിന് അവൻ മറുപടി ഒന്നും പറയുന്നില്ല. നമ്മൾ കാണാതിരുന്ന 3 വർഷത്തിൽ എന്താ സംഭവിച്ചത്, എനിക്കത് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് ഇവള് പെട്ടെന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിക്കുവാണ്. ഇവൻ എന്താന്ന് ചോദിച്ചതും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അവള് തല കുനിക്കുവാണ്. ഹേയ് ഫുട്ടാബ, സത്യമായി നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോന്ന് അവൻ ചോദിക്കും. അവനെ തന്നെ നോക്കി നിന്ന് അവള് സഡനായി ഹേയ് അതിന് ചാൻസേ ഇല്ലെന്ന് പറഞ്ഞ് വിഷയം മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. നീ കുറച്ച് ഓവർ ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ നടക്കാനായിട്ട് തുടങ്ങുവാണ്. സപ്പോസ് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാല് നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല, കാരണം നിന്റെ കൂടെ തീർച്ചയായിട്ടും ഞാൻ ഡേറ്റിന് വരില്ലല്ലോ, എനിക്കൊന്നും നിന്റെ മേലെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അവള് ഡയലോഗ് അടിക്കാനായിട്ട് തുടങ്ങി. ഓഹോ അങ്ങനെയാണോ എന്ന് ഹീറോ ചോദിക്കും. പക്ഷെ ഇവള് പെട്ടെന്ന് എന്താ ചിന്തിച്ചെന്ന് അറിയില്ല. എനിക്കെന്താ ഇങ്ങനെ ഫീൽ ആകുന്നതെന്ന് എനിക്ക് അറിയില്ല, നമ്മൾ ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാകുമോ എന്ന് അവള് പറഞ്ഞതും ഫുട്ടാബ ഇത് നോക്ക്, ഫസ്റ്റ് എന്റെ അടുത്ത് നിന്ന് നീ ആ തനാക്കയെ തേടുന്നത് നിർത്ത്. എനിക്ക് വളരെ ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. എന്തോ അതിൽ നിന്ന് മൂവ് ഓൺ ആയ പോലെ അഭിനയിക്കുന്നതല്ലാതെ ഞാൻ അതിൽ നിന്ന് മൂവ് ഓൺ ഒന്നും ആയിട്ടില്ല. നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർത്ത് എനിക്കാണെങ്കിൽ കഷ്ടവും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയതും എന്ത് എന്നെ കണ്ടിട്ട് നിനക്ക് കഷ്ടം തോന്നുന്നുണ്ടെന്നോ എന്ന് ഹീറോയിനും ആകെ ടെൻഷൻ ആകാൻ തുടങ്ങി. കട്ട് ചെയ്താല് ക്ലാസ്സിലാണ് കാണിക്കുന്നത്. ഇവിടെയുള്ള ഓരോ ഗ്രൂപ്പ്സിനും ഓരോ അസൈൻമെന്റ്സ് ഞങ്ങൾ എഴുതി ഈ പെട്ടിയിൽ ഇടുന്നുണ്ട്. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ആ പണി 2 മണിക്കൂറിനുള്ളിൽ തീർത്തിരിക്കണമെന്ന് സാറ് പറയും. എന്ത് അസൈൻമെന്റ്സ് ഇതൊക്കെയെന്ന് ഹീറോ ചോദിച്ചാല് അവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. ഇവരുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് വന്ന് വേണം എന്ത് അസൈൻമെന്റ്സ് ആണ് എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഹീറോയിനും പ്രാർത്ഥിച്ചിട്ട് എടുത്ത് നോക്കിയാല് പൂൾ ക്ലീനിങ് ആണ് കിട്ടിയത്. എന്ത് ഈ പൂളോ, നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതാണോ എന്ന് ചോദിച്ച് നാറ്റോക്ക് നല്ല ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. സാരമില്ല വിട് ഗായ്സ്, നമ്മുടെ ബെസ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് തീർക്കുമെന്ന് നമ്മുടെ ഹീറോയിനും സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഹീറോയുടെ ചേട്ടനുണ്ടല്ലോ ടീച്ചർ, അവര് വന്ന് ക്ലീനിങ് ബ്രഷ് എടുക്കാനായിട്ട് ആരെങ്കിലും ഒരാള് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ മോരോയും ഞാൻ വരാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയി. ഇത് കണ്ടിട്ട് നമ്മുടെ നാറ്റോയ്ക്ക് നല്ല ജലസ് ആകുന്നുണ്ട്. നിന്റെ ചേട്ടൻ ഈയിടെ ആയിട്ട് പെൺകുട്ടികളായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാലേ നല്ലതെന്ന് പറഞ്ഞതും അത് നീ അവനോട് തന്നെ ചെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഹീറോയും നടന്നുപോയി. ഇവിടെ മുരോയ്ക്ക് സാറ് ക്ലീനിങ് ബ്രഷ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവരവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നേ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോന്ന് മുരോ ചോദിക്കും. മുരോ നിനക്ക് ഓൾറെഡി അസൈൻമെന്റ്സ് ഉള്ളതല്ലേ, ചെല്ലെന്ന് സാറ് പറയാണ്. അതിന് അത്രയും പേരുണ്ടല്ലോ, അതൊക്കെ അവര് നോക്കിക്കോളും. ഇപ്പൊ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് മുരോ അവിടെ തന്നെ നിൽക്കുവാണ്. മുരോ മര്യാദയ്ക്ക് അവിടെ ചെന്ന് നിന്റെ ക്ലീനിങ് വർക്ക് ചെയ്യാൻ നോക്ക്, ഇങ്ങനെ എപ്പോ നോക്കിയാലും ഒതുങ്ങി തനി ഇരിക്കണമെന്ന് വിചാരിക്കില്ലേ എന്ന് സാറ് പറയും. ഇതിന് ഇവള് പെട്ടെന്ന് അവരുടെ ഷർട്ടിൽ കയറി പിടിക്കുന്നുണ്ട്. ഞാനും അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതെന്ന് അവള് പറയും. മുരോ ഞാനൊരു ടീച്ചറാണ്, നീ എന്റെ സ്റ്റുഡന്റും ആണ്, ഇത് മനസ്സിലാക്കി നീ വേഗം പോകാൻ നോക്കിയെന്ന് പറഞ്ഞതും പിന്നെയും അവള് അവളുടെ ഷർട്ടിൽ കയറി പിടിക്കുവാണ്. മര്യാദയ്ക്ക് പോയെന്ന് സാറ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ദേഷ്യത്തിൽ പറഞ്ഞതും ഈ ദേഷ്യത്തില് ഇപ്പോ മുരോയും അവര് കൊടുത്ത ആ ബ്രഷ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. മുരോ നീ എന്താ ഇത്ര ലേറ്റ് ആയത്, ഞങ്ങൾ എല്ലാരും എന്തൊക്കെയോ വിചാരിച്ചു പോയി അറിയോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ വരുന്നുണ്ട്. നോക്ക്, നീ ഇങ്ങനെ സംസാരിക്കുന്നത് എത്ര ഇറിറ്റേറ്റ് ആകുന്നുണ്ടെന്ന് അറിയാമോ, നമ്മുടെ ക്ലാസ് തനിച്ചാകാൻ പാടില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലോ, പക്ഷെ ചിലർക്ക് തനിയെ ഇരിക്കാനാണ് ഇഷ്ടം, അതിന് നീ ഫസ്റ്റ് അലോ ചെയ്യണമെന്ന പോലെ സാർ ഇവളെ റിജക്ട് ചെയ്തതിന്റെ ദേഷ്യം ഇവളുടെ മേലെയാണ് ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ഇടയിൽ കയറി
സംസാരിക്കാനായിട്ട് വരുന്നതും കാല് തെറ്റി അവള് താഴേക്ക് വീഴുവാണ്. കാലിൽ നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. എന്നാലും അവള് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞ ക്ലീനിങ് ബ്രഷ് എടുക്കാനായിട്ട് വന്നതും ഹീറോ വന്ന് അവളെ തടയാണ്. നിനക്ക് കാല് വയ്യ, നീ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുവാണ്. അങ്ങനെ ഒന്നുമില്ല, ചെറിയ ഉളുക്കല്ലേ, ഞാൻ അത് ചെയ്തോളാം എന്ന് അവളും പറയുന്നുണ്ട്. പക്ഷെ ഹീറോ വിടുന്ന പോലെ ഇല്ല. താഴേക്ക് ഇരുന്നിട്ട് എന്റെ മേലെ കയറ്, ഞാൻ നിന്നെ നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിക്കും. അവളും വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവൻ സമ്മതിക്കാത്തത് കൊണ്ട് അവളും കയറി പോകുന്നുണ്ട്. ഹീറോയിനും ചെറിയ ചെക്കപ്പ് അല്ലേ, പോയിട്ട് വാ എന്ന് പറഞ്ഞു വിടുവാണ്. അവര് പോയത് കണ്ട് നാറ്റോ 3 പേരും വെച്ച് 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമെന്ന് അവന് നല്ലപോലെ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങി. ഇത് കേട്ട് ഹീറോയിനും നമ്മൾ 3 പേരും തന്നെ ചെയ്തേ പറ്റൂ, നമ്മൾ ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ യൂരി അവള് കാരണമാണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് വിഷമിക്കും. സോ തീർച്ചയായിട്ടും അവളെ അങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് വിടരുതെന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇതൊക്കെ കേട്ട് മോട്ടിവേറ്റ് ആയിട്ട് നമ്മുടെ മുറോയും നാറ്റോയും ക്ലീൻ ചെയ്യാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതേസമയം ഇവിടെ യുരിയെ ഹീറോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അസൈൻമെന്റ്സ് പാതിയിലെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് യുരി ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പ്രശ്നമില്ല, ഞാൻ തന്നെ ഫസ്റ്റ് ഡേ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്, അങ്ങനെയൊന്നുമില്ലെന്ന് ഹീറോയും അവളെ കംഫോർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെ അവൾ എടുത്തുകൊണ്ട് പോകുമ്പോ ഞാൻ ഹെവി ആയിട്ടാണോ തോന്നുന്നതെന്ന് യുരി ചോദിക്കും. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല, നീ ഇരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണോ എന്ന് അവള് ചോദിക്കും. പെട്ടെന്ന് എന്താ വിചാരിച്ചെന്ന് അറിയില്ല. അയ്യോ സോറി, ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് അവള് പറഞ്ഞതും നീ എന്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൂടാ എന്ന് ഹീറോയും പറയാണ്. ഇത് കേട്ട് യൂരി അവനെ ഒന്ന് നോക്കുന്നുണ്ട്. അതേസമയം ഇവിടെ എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നാറ്റോ ക്ലീൻ ചെയ്യാതെ പാട്ട് പാടി നടക്കുമായിരിക്കും, എങ്ങനെയെങ്കിലും നമ്മുടെ മുറോയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് പറയുന്നേ ഇവർക്ക് ഇനി സ്റ്റോർ റൂം കൂടി ചേർത്ത് ക്ലീൻ ചെയ്യണമെന്ന്. ശരി, ഞാനത് ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹീറോയിനും പോകുന്നുണ്ട്. മുറോ തനിയെ ക്ലീൻ ചെയ്യുന്നത് കണ്ട് നാത്തോ അവളോട് ചോദിക്കും, നീ ദേഷ്യത്തിലാണോ ക്ലീൻ ചെയ്യുന്നേ എന്ന്. അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളും കൂളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ ഹീറോയിനും സ്റ്റോർ റൂമിലേക്ക് ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ചിലന്തിയെ കണ്ട് പേടിച്ച് അവൾ ഒച്ച എടുക്കുവാണ്. എന്നിട്ട് ഒരു മൂലയ്ക്ക് പോയി മാറി നിൽക്കുവാണ്. ഈ സൗണ്ട് കേട്ട് ഹീറോ വരുന്നുണ്ട്. നീ എന്താ ഇവിടെ, യൂരി എവിടെ എന്ന് ചോദിച്ചാല് അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ചെറിയ അടിയാണെന്നാ പറഞ്ഞേ, പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞത് കേട്ടു. നീ കാറുന്നത് കേട്ടാല് ചിലന്തിയെ പേടിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കി ക്ലീൻ ചെയ്യാൻ അവനും കൂടുന്നുണ്ട് അവളുടെ കൂടെ. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പിന്നീട് എല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്ത് പൂളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ചു നേരം ഇരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ മാത്രം ജോലി ചെയ്യുന്നത് കണ്ട് ഹീറോയും കൂടെ വന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. അത് കണ്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതും സാറ് വന്ന് നിങ്ങളുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. യൂരിയും അപ്പൊ അവിടേക്ക് വന്ന് ഞാൻ ഓക്കെയാണ് ഗായ്സ് എന്ന് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇവളില്ലാത്തത് കൊണ്ട് ക്ലീനിങ് വളരെ കഷ്ടപ്പെട്ട് കാണുമല്ലോ എന്ന് അവള് സോറിയും ചോദിക്കുവാണ്. അത് പ്രശ്നമേ ഇല്ലെന്ന് എല്ലാവരും പറയും. കട്ട് ചെയ്താല് നൈറ്റ് എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കും. അപ്പോ ഹീറോയും യൂരിയോട് സംസാരിക്കുവാണ്. യൂരിയും നീ ഫസ്റ്റ് ടൈം എന്നോട് സംസാരിക്കാൻ വന്നപ്പോ എനിക്ക് എത്ര സന്തോഷമായെന്ന് അറിയാമോ, നീ എപ്പോഴും എന്റെ ലൈഫിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവൾ അവളുടെ കയ്യിലേക്ക് പിടിച്ചതും നീ വിഷമിക്കേ വേണ്ട, എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകില്ലെന്ന് അവളും പറയും. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും സ്ട്രോങ് ആകുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇടയിൽ ഹീറോയിന് മാത്രം കണ്ണു തുറക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ ഹീറോ ആ വഴി നടന്നു പോകുന്നത് പോലെ കാണുന്നുണ്ട്. കോയു അവിടെ എന്താ ചെയ്യുന്നതെന്ന് ഹീറോയിനും അവനെ ഫോളോ ചെയ്തു പോയി. കോയു നീ ടൈമിൽ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്റെ ഉറക്കം പോയി അതാ സൺറൈസ് കാണാമെന്ന് കരുതി വന്ന് നിൽക്കുന്നതാണെന്ന് പറഞ്ഞതും എന്നാ ശരി ഞാനും കൂടാമെന്ന് പറഞ്ഞ് അവളും കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു നേരത്തിനുള്ളിൽ അവൾക്ക് കുളിരാനായിട്ട് തുടങ്ങി. മൂക്ക് വലിച്ചു നിൽക്കുന്നത് കണ്ട് ഉടനെ ഹീറോ അവന്റെ ജാക്കറ്റ് ഊരി അവൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ അതാ ഇവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് റൂഫ് ടോപ്പിലേക്ക് കയറി വരുവാണ്. അപ്പോ നമ്മുടെ മുറോ ഹീറോയിന്റെ അടുത്ത് വന്ന് ഞാൻ നേരത്തെ കുറിച്ച് ഹാഷായിട്ട് നിന്നോട് സംസാരിച്ചു പോയി, ദേശത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്, നീ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് സോറി ചോദിക്കുവാണ്. ഹീറോയിൻ അവളെ നോക്കി ചിരിച്ചതും അതോടെ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി. അങ്ങനെ കുറച്ച് സൺറൈസ് ആയിട്ട് വരുന്നുണ്ട്. 5 പേരും ചേർന്ന് വളരെ സന്തോഷത്തോടെ അത് കാണുവാണ്. എന്നാ ശരി ഒരു സെൽഫി എടുത്തേക്കാമെന്ന് പറഞ്ഞ് ഇവര് വളരെ ക്യൂട്ടായിട്ട് സെൽഫിയൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയി ഇവരുടെ ട്രെയിനിങ്ങും തീർന്നു. ഹീറോയിനും വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഗ്രൂപ്പില് എടുത്ത സെൽഫീസ് ഒക്കെ ഷെയർ ചെയ്ത് വിടുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ സൂം ചെയ്ത് നമ്മുടെ ഹീറോയെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യുരി എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ എനിക്കെന്തോ ഞാൻ മബൂജിയെ ലവ് ചെയ്യാൻ തുടങ്ങിയോ എന്ന് തോന്നുന്നു എന്ന പോലെ പറയുവാണ്. എന്താടാ ഇത് എന്ന് നമ്മുടെ ഹീറോയിന് അത് കണ്ട് ഭയങ്കര ഷോക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോയിൻ സ്കൂളിൽ വന്ന് അവളുടെ ഷൂ ഒക്കെ റാക്കിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോ യൂരി വരുന്നുണ്ട്. സോറി യൂരി, നീ ഇന്നലെ എന്താ മെസ്സേജ് ചെയ്തിരുന്നേ, ഞാൻ ശരിക്കും കണ്ടില്ലടി, ടയേർഡ് ആയി പോയി ഉറങ്ങിപ്പോയെന്ന് ഇവള് പറഞ്ഞതും അതിന് യൂരിയും അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം, ഞാനിനി നീ ആ മെസ്സേജ് കണ്ട് അപ്സെറ്റ് ആയോ എന്ന് കരുതി, നീ
എങ്ങാനും മബൂജിയെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് യൂരി ചോദിക്കുവാണ്. അയ്യോ അതിനൊന്നും ഒരു ചാൻസേ ഇല്ലെന്ന് ഹീറോയിൻ പറയാണ്. എന്നാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് യൂരിയും തിരിഞ്ഞു നടന്നു പോകും. നെക്സ്റ്റ് ഇപ്പോ ക്ലാസ്സിൽ വെച്ച് നമ്മുടെ ഹീറോയെ യൂരി സൈറ്റ് അടിക്കാനായിട്ട് തുടങ്ങി. നീ ഇങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് അവൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് ഹീറോയിൻ പറയും. അപ്പോ എന്റെ മുഖം കണ്ടാലേ കണ്ടുപിടിക്കുമെന്ന് ഇവള് ചോദിച്ചതും അതേന്ന് ഹീറോയിനും പറയും. അപ്പോ മൂരോ ഞാൻ മബൂജിയെ ലവ് ചെയ്യുന്നുണ്ടെന്ന് നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചതും ഇല്ല ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് അവളും പറയും. എന്നാ ഓക്കെ നീ ഇത് സീക്രട്ട് ആയിട്ട് വെച്ചോ. അല്ല ഫുട്ടാബ, നീയും അവനും സെയിം സ്കൂളിലാണ് പഠിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നില്ലേ, അവനെ പറ്റി നീ ഒന്ന് പറയാമോ എന്ന് ഹീറോയിനോട് ചോദിച്ചതും ഉടനെ നമ്മുടെ ഹീറോയിനും ഫ്ലാഷ് ബാക്കിൽ എത്തുന്നുണ്ട്. ആ ടൈമില് നമ്മുടെ ഹീറോയിനും അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് കള്ളനും പോലീസും കളിക്കുമായിരിക്കും. നമ്മുടെ ഹീറോയിൻ പിടികൊടുക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് ഒളിച്ചൊളിച്ച് വരുമ്പോ ഹീറോയുടെ മേലെ തന്നെ വന്നിടിക്കുന്നുണ്ട്. അയ്യോ സോറി, ഞാൻ വേറെ പ്ലേസിൽ പോയി ഒളിച്ചോളാം എന്ന് പറഞ്ഞ് അവള് പോകാനായിട്ട് എഴുന്നേറ്റതും ഹീറോ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വേണ്ട നീ പോയാൽ അവര് നമ്മളെ കണ്ടുപിടിക്കും, ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഒളിച്ചിരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിനും എത്തി നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അയ്യോ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് ബാക്കിലേക്ക് വന്നതും രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവളും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വന്നതും പെട്ടെന്നാണ് ഹീറോ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോ ലൈറ്റ് ആയിട്ട് റൊമാൻറ്റിക് മോഡൊക്കെ ആകുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഹീറോയിന് മാത്രമായിരിക്കും. ഹീറോ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. നീ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോ ഇവള് ഇവിടെ ഇരുന്ന് ഹീറോയെ നോക്കി സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. ഇതേപോലെ ഇതെല്ലാം ഓർത്ത് നോക്കിയവള് എനിക്ക് അതൊന്നും വലുതായിട്ട് ഓർമ്മ വരുന്നില്ലടി എന്ന് കള്ളം പറയും. അപ്പോ ഹീറോ വന്ന് ക്ലാസ് റെപ്സ് എല്ലാവരും ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോകുവാണ്. ക്ലാസ് കഴിഞ്ഞതും അത് സബ്മിറ്റ് ചെയ്യണമെന്നാ തോന്നുന്നത്. നമ്മുടെ യുരിക്ക് ഇവന്റ് കമ്മിറ്റിയുടെ വേറൊരു മീറ്റിംഗും കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് മബൂജിയായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് ഫീൽ ആകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇപ്പോ ഈവനിങ് റിപ്പോർട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയും വരുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയിൻ എന്താ ചിന്തിച്ചെന്ന് അറിയില്ല. നീ പോയിക്കോ, ഞാൻ തന്നെ റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്തോളാം എന്ന് അവള് പറയും. അത്രയ്ക്ക് കണ്ണിച്ചോറി ഇല്ലാത്തവനൊന്നും അല്ല ഞാൻ, നീ എഴുതെന്ന് പറഞ്ഞിട്ട് അവനും ഇരിക്കുന്നുണ്ട്. അവളും എഴുതാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് നെർവസ് ആകുന്നുണ്ട്. കൂടെ അവനെ നോക്കി അവന്റെ ഓരോ ഡീറ്റെയിൽസും നോട്ട് ചെയ്യാനും തുടങ്ങി. എന്താ നീ എഴുതാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹീറോ ചോദിച്ചതും അവളും ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ എഴുതാൻ തുടങ്ങി. ശരി നീ എഴുതി കഴിഞ്ഞ് എന്നെ വിളിച്ചുണർത്ത്, ഞാൻ കിടക്കുവാണെന്ന് പറഞ്ഞ് അവനും ഉറങ്ങാൻ തുടങ്ങി. അന്ന് ടേബിളിൽ കിടന്നപ്പോഴും ഇവൾ അവന്റെ ഹെയർ സ്മെല്ല് ചെയ്തിരുന്നു. ഇപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത്. സ്മെല്ല് ചെയ്യാൻ അടുത്തേക്ക് വന്നതും നോക്ക് നീ ഇത് തന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് കള്ളനും പോലീസും കളിച്ചപ്പോഴും ടേബിളിൽ വന്ന് കിടന്നപ്പോഴൊന്ന് ഹീറോ പറഞ്ഞതും ഇതെല്ലാം അവൻ ഓർത്ത് വെച്ചിരിക്കുകയാണോന്ന് ഇവൾക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞ് വരുമ്പോ ഞാൻ സബ്മിറ്റ് ചെയ്തോളാം നീ ചെല്ലെന്ന് പറഞ്ഞ് അവന്റെയും കൂടി റിപ്പോർട്ട് വാങ്ങി അവൾ സബ്മിറ്റ് ചെയ്തിട്ട് തിരികെ വന്ന് നോക്കിയാല് ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. കോയു നീ എന്താ ഇനിയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശ്ചര്യത്തോടെ അവള് ചോദിച്ചാല് നീയല്ലേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞത്, അതാണെന്ന് അവൻ പറയാണ്. നീ വേഗം വീട്ടിലേക്ക് പോയെന്നാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞതും ഓ അങ്ങനെയാണോ, ശരിയെന്നാ വാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവന് മുന്നിലേക്ക് പോകുവാണ്. ഹീറോയിനാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ഷൈ ആകുന്നുണ്ട്. അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞ് ഹീറോ ആദ്യം കയറിയതും പെട്ടെന്ന് ഹീറോയിൻ സ്റ്റോപ്പായി. ഞാൻ ഒരു കാര്യം മറന്നു വെച്ചിട്ട് വന്നു കോയു എന്ന് അവള് പറയാണ്. ആക്ച്വലി ഇപ്പോ ഇവൾക്ക് വേണ്ടി ഹീറോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ അവനോടുള്ള ഇഷ്ടം പറയാതെ അതങ്ങ് വിട്ടേക്കാമെന്ന ഒരു തീരുമാനത്തിലാണ് അവൾ അത് ചോദിക്കുന്നത്. ഇനി അവൻ ഇറങ്ങി വന്നാല് ഞാൻ അവനെ ലവ് ചെയ്യും ഗിവപ്പ് ചെയ്യാനേ പോകുന്നില്ല എന്ന തീരുമാനത്തോടെ. എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയില്ല. ട്രെയിൻ ആണെങ്കിൽ എടുക്കാൻ പോകുന്നതെന്ന അനൗൺസ്മെന്റും വന്നു കഴിഞ്ഞു. ഇവളും കണ്ണടച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ട്രെയിൻ പതിയെ മൂവ് ആകുന്നുണ്ട്. പതിയെ അവള് കണ്ണു തുറന്ന് നോക്കിയാല് നമ്മുടെ ഹീറോ മുമ്പിൽ തന്നെ നിൽക്കുന്നു. ശരി വാ ഒന്നിച്ചു പോയി നീ മറന്നു വെച്ചത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ പോകാൻ തുടങ്ങിയതും ഇവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്നോട് ക്ഷമിക്ക്, ഞാൻ ഒന്നും മറന്നു വെച്ചിട്ട് വന്നില്ല കോയു എന്ന് അവള് പറയും. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ നീ പറയുന്നേന്ന് ചോദിച്ചാല് ഇവളും അവനെ ഒരുമാതിരി നോക്കിയിട്ട് മനസ്സില് എനിക്ക് നിന്നെ ഇഷ്ടമാണ് കോയു എന്ന് പറയും. കട്ട് ചെയ്താല് ഹീറോയിൻ വീട്ടിലേക്ക് വന്നതും യുരി മെസ്സേജ് അയക്കുന്നുണ്ട്. മബൂജിയുടെ കയ്യിൽ നിന്ന് ഏതോ ഒരു കോമിക് ബുക്ക് വാങ്ങാനായിട്ട് പോകുവാണെന്ന്. ഇത് കേട്ടത് ഹീറോയിൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി. നെക്സ്റ്റ് ഡേ സ്കൂളിലെ ശോകത്തിൽ ഇരിക്കുമ്പോ ഹീറോ അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്തായത് ഞാൻ പേടിച്ചു പോയെന്ന് അവള് പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളുടെ വാ പൊത്തി പിടിക്കുവാണ്. കാരണം ഹീറോയുടെ ചേട്ടൻ സാറ് അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവര് പോയതും എന്തിനാ നീ അവരെ കാണാതെ ഒളിച്ചു വന്നിരിക്കുന്നേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല് അത് ഒന്നിച്ച് ഡിന്നർ കഴിക്കാനായിട്ട് വിളിച്ചിരുന്നു അതാന്ന് പറയും. ഓ കോയു ഒരു ഡിന്നർ അല്ലേ എന്ന് പറഞ്ഞതും ഹീറോ ഒന്നും മിണ്ടാതെ അവളെ നോക്കിയിട്ട് എഴുന്നേറ്റ് പോകും. അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് മൊരോയും ഹീറോയിനും യുരിയും കൂടി ഒരു കേഫിൽ വന്നിരിക്കുവാണ്. ഹീറോയിനും വളരെ കഷ്ടപ്പെട്ട് യുരി ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഇത്ര നാളെ ഞാൻ നിന്നോട് നിറയെ കള്ളങ്ങൾ പറഞ്ഞു. നീ അറിയാതെ ഹീറോയെ അട്രാക്ട് ചെയ്യാനായിട്ട് ഞാൻ നിറയെ
കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതും ഇത് കേട്ട് യുരി ആകെ ഷോക്ക് ആകുന്നുണ്ട്. എനിക്കും കോയുവിന് ഇഷ്ടമാണെന്ന് വളരെ കഷ്ടപ്പെട്ട് അവള് സത്യം പറയുന്നുണ്ട്. ഓ, നിനക്ക് അവൻ ഇഷ്ടമാണോ? അതെ, അവൻ വളരെ കൂളല്ലേ, എല്ലാവർക്കും അവൻ ഇഷ്ടമാകുമെന്ന് വളരെ കാഷ്വൽ ആയിട്ട് ചിരിച്ചുകൊണ്ടാണ് യുരി പറയുന്നത്. ഇവൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവൾ എക്സ്പെക്ട് ചെയ്തേയില്ല. പക്ഷെ യുരി, നിങ്ങൾ കഴുകി, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ഭയങ്കര ഫീൽ ആയിട്ട് കരയുന്നുണ്ട് പാവം. അവളുടെ സങ്കടമൊക്കെ കരഞ്ഞു തീർത്തിട്ട് വളരെ കൂളായി വന്നിരുന്ന് മെനു കാർഡ് നോക്കി നമുക്ക് എന്ത് ഓർഡർ ചെയ്യാമെന്ന് ചോദിക്കാൻ തുടങ്ങി. ഇപ്പോ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ മുറോയുണ്ടല്ലോ, ഞാനും ഹീറോയുടെ ചേട്ടനായ ടീച്ചറെ ലവ് ചെയ്യുന്നുണ്ടെന്ന് അവൾ തുറന്നു പറയും. ഫുട്ടാബ, നിനക്ക് യുരിയോടുള്ള സ്നേഹം കാരണമാണ് വളരെ കഷ്ടപ്പെട്ട് നീ അവളോട് ഇതൊക്കെ തുറന്നു പറഞ്ഞത്. യുരി, നീയും ഫുട്ടാബയോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്ത് നീ ഓക്കെ ആണ് എന്ന പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും റിജക്റ്റ് ആവാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞതും ആണോ എന്ന് യുരി ചോദിക്കും. ഏയ്, അങ്ങനെയൊന്നും പറയാതെടിയെന്ന് ഹീറോയിനും ടെൻഷൻ ആകുന്നുണ്ട്. നൈറ്റ് ഹീറോയിനും വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഹീറോ ആ വഴി പോകുന്നത് കാണുന്നുണ്ട്. എവിടേക്കാ നീ പോകുന്നതെന്ന് ചോദിച്ചാല് അത് സീക്രട്ട് ആണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുവാണ്. സ്കേറ്റിംഗും സൈക്ലിംഗും ഒക്കെ ചെയ്യുന്ന കുറച്ച് പയ്യന്മാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും ഹീറോ. ഇത് ഒളിച്ചിരുന്ന് നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. അപ്പൊ അടുത്തിരിക്കുന്ന ഒരു പയ്യൻ നമ്മുടെ ഹീറോയ്ക്ക് സിഗരറ്റ് കൊടുക്കാനായിട്ട് വന്നതും അവനത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോയു, നീ എവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇടയിലേക്ക് അവൾ ഓടിക്കേറുവാണ്. അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹീറോ തിരിച്ചു ചോദിച്ചതും അടുത്ത് നിന്ന ഒരു പയ്യൻ, ബ്രോ ഇതാരാ, നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കും. ഹേയ്, അങ്ങനെയൊന്നുമില്ല, അതിന് ചാൻസേ ഇല്ലെന്ന് ഹീറോ പറഞ്ഞതും എന്നാ ഞാൻ അവളെ നോക്കിക്കോട്ടെ, എന്താ നിന്റെ അഭിപ്രായം എന്ന് ആ പയ്യൻ ചോദിക്കുവാണ്. നീ എന്താന്ന് വെച്ചാ ചെയ്യെന്ന് ഹീറോ പറഞ്ഞതും ഇത് കേട്ട ആ പയ്യൻ ഉടനെ തന്നെ വാ നമുക്ക് പാർട്ടിക്ക് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിക്കുവാണ്. അവള് വരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പയ്യൻ വിടാതെ മേലെ കൈ വെച്ച് വിളിച്ചതും നമ്മുടെ ഹീറോ ഇത് കണ്ട്, ഓ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി, അവളുടെ മുടി ഭയങ്കര സ്മെല്ലി ആയിരിക്കും, അവൾ ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂ എന്ന് കൂടി പറഞ്ഞതും ആ പയ്യൻ ഓട്ടോമാറ്റിക്കലായിട്ട് അവളുടെ മേത്ത് നിന്ന് കൈ എടുക്കുന്നുണ്ട്. ഹീറോ നടന്നു പോയതും ഹീറോയുടെ പിന്നാലെ അവളും ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ സ്റ്റേഷൻ എത്തുമെന്ന് ഹീറോ പറഞ്ഞു കൊടുക്കുവാണ്. നീ അപ്പോ വീട്ടിൽ പോകുന്നില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കും. അതിനവൻ മറുപടി ഒന്നും പറയാതെ മാറി ഒരു റിവർ സൈഡിലേക്ക് പോയിരിക്കുവാണ്. നീ എന്തിനാ അങ്ങനെയുള്ള പിള്ളേരുമായിട്ട് കൂട്ടുകൂടുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. ടൈം പാസിന് വേണ്ടിയാണെന്ന് പറഞ്ഞതും അപ്പൊ അതും ഫേക്ക് ഫ്രണ്ട്സ് അല്ലേ? ഇല്ല, എനിക്കിത് ഓക്കെയാണ്, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഹീറോ പറയും. ഉടനെ ഹീറോയിനും ഇത് കേട്ട്, നിനക്ക് സംസാരിക്കാൻ തോന്നിയാല് എന്നോട് സംസാരിക്കാം. ഇവൻ അവളെ ഒരുമാതിരി നോക്കിയതും ഞാനുണ്ട്, നാത്തോ ഉണ്ട്, യുരിയുണ്ട്, മുരോയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. അപ്പോ പെട്ടെന്ന് ഒരു പൂച്ചക്കുട്ടി കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരോ വിട്ടിട്ട് പോയതാ പാവം, ശരിയായിട്ട് ഭക്ഷണം പോലും കഴിച്ചു കാണില്ലെന്ന് പറഞ്ഞ് ഹീറോ അതിനെ എടുത്ത് കയ്യിലേക്ക് വെക്കുന്നുണ്ട്. എന്നാ നിനക്കതിനെ കൊണ്ടുപോയി നോക്കിക്കൂടെ കോയു എന്ന് ഹീറോയിൻ ചോദിച്ചതും ഞാൻ ഇതിനെ കൊണ്ടുപോയി നോക്കാൻ തുടങ്ങിയാല് എനിക്കിതിനെ കെയർ ചെയ്യേണ്ടി വരും. അതിനിപ്പോ എന്താ, അത് നല്ലതല്ലേ, തെറ്റൊന്നും അല്ലല്ലോ എന്ന് ഹീറോയിൻ പറയും. നമ്മൾ ഒരു കാര്യത്തിൽ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങിയാല് അവസാനം അത് പെയിനെ തരുമെന്ന് ഹീറോ പറഞ്ഞത് കേട്ട് നമ്മുടെ ഹീറോയിന് ഒരുമാതിരി ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇതെല്ലാം ചെന്ന് യൂരിയോടും മുറോയോടും പറഞ്ഞാല് യൂരി ഇത് കേട്ട്, അങ്ങനെയാണോ അവൻ പറഞ്ഞത്? അപ്പോ അവൻ സൺറൈസ് ഒക്കെ കണ്ട് നമ്മുടെ കൂടെ എൻജോയ് ചെയ്തതോ അത് വെറും ഫണ്ണിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയെ നോക്കിയാല് അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എക്സാമുകളും വന്നു പോകുന്നുണ്ട്. എക്സാം റിസൾട്ടും വന്നു കഴിഞ്ഞു. എല്ലാവരും അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു സൈഡില് നമ്മുടെ ഹീറോ നടന്നു വരുമ്പോ നാട്ടോ അലറി കൂവി ഓടി വന്നിട്ട്, നീ എക്സാം റിസൾട്ട്സ് ഒക്കെ കണ്ടായിരുന്നോ? ഞാൻ 50ാമത്തെ പ്ലേസിലാ. എന്റെയും മുറയുടെയും പേര് അടുത്തടുത്തായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് അടുത്തടുത്ത് കാണുമ്പോ എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് അവൻ പതിവ് പോലെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ പഴയ ക്ലാസ്സിലെ ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നത്. ഓ, ഇവരൊക്കെ നിന്റെ ഓൾഡ് ഫ്രണ്ട്സ് ആണോ? നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നല്ലോ എന്ന് നാത്ത് നമ്മുടെ ഹീറോയോട് ചോദിക്കുവാണ്. അവന്മാരും ഇത് കേട്ട്, ഇപ്പൊ നമ്മുടെ ഹീറോ അധികം പഠിക്കൊന്നുമില്ലല്ലോ, പഠിത്തത്തിൽ പുറകോട്ടാണല്ലോ, ഇപ്പോഴാടാ നീ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഉള്ളതെന്ന് അവന്മാര് കളിയാക്കാൻ തുടങ്ങി. അതിന് നമ്മുടെ ഹീറോ വളരെ താങ്ക് യു എന്ന് തിരിച്ചും കളിയാക്കുന്നുണ്ട്. ഇത്രയും നാള് നീ നന്നായിട്ട് പഠിക്കുന്ന പോലെ അഭിനയിക്കായിരുന്നില്ലേ? നിന്റെ ചേട്ടൻ ആ ടീച്ചർ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ ആ ക്ലാസ്സിലെ ഉണ്ടായിരുന്നത്? ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ നീ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങിയതും നാട്ടോക്ക് ഇത് കേട്ട് ദേഷ്യം വന്ന് അവന്മാരെ പിടിച്ചിടിക്കാൻ പോയതും ആ പയ്യന്മാര് ഞാൻ ജോക്കിന് വേണ്ടി പറഞ്ഞതാണെന്ന് പറയും. അപ്പോഴേക്കും ഹീറോ വന്ന് നീ എന്താടാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റും. പിന്നെ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് ദേഷ്യം വരില്ല എന്ന് പറഞ്ഞ് അവൻ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പില് അവന്മാരോട് രക്ഷപ്പെടാൻ നോക്കിയാല് നമ്മുടെ നാത്തോയും പുറകെ പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഹീറോ അവന് വിടാതെ പിടിച്ചു നിർത്തി. ശരി വിടടാ, ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരുമാതിരി ഷോക്ക്
ശോകത്തിൽ അവിടെ നിന്ന് നടന്നു പോകുവാണ്. ഇത് കാണുമ്പോൾ നാത്തോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കട്ട് ചെയ്താല് നമ്മുടെ ഹീറോയിൻ, യുരി, മുറോ എല്ലാവരും വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എന്താന്ന് നോക്കിയാലും നമ്മുടെ ഹീറോയുടെ മാർക്ക് കുറഞ്ഞു പോയല്ലോ. ടീച്ചർ അവനെ പിടിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും. എന്താണ് നിന്റെ മാർക്ക് ഇങ്ങനെ കുറഞ്ഞു പോയെന്ന് ചോദിച്ചാല് ഞാനൊന്നും കുപ്പിന്ന് വന്ന ഭൂതമല്ലെന്ന് അവൻ പറയും. ഇങ്ങനെ മാർക്ക് കുറഞ്ഞാല് നീ എങ്ങനെ മുകളിലേക്ക് കയറി വരുമെന്ന് അവർ പിന്നെയും ചീത്ത പറയുന്നുണ്ട്. ഞാനില്ലാതെ വന്നാല് നീ ഹാപ്പി ആയിരിക്കില്ലേ എന്ന് പറഞ്ഞവൻ ഞാൻ ചുമ്മാ ജോക്കിന് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും. ഇത് കേട്ട് മുറോയും കണ്ടോ അവൻ ടീച്ചറെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പോയത് കണ്ടോന്ന് അവളുടെ ചെക്കനെയാണല്ലോ പറഞ്ഞത്. ആ ദേഷ്യത്തിൽ അവളും പറയുന്നുണ്ട്. അതിന് യുരിയും അവൻ ഇവിടെ നിന്ന് പോകുവാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. അവൻ നമ്മുടെ ഗ്യാങ്ങിൽ ഉണ്ടാകണമെന്ന എന്റെ ആഗ്രഹം. നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോഴും അവൻ ഹാപ്പി ആയിരിക്കണം. പക്ഷെ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൾ ചോദിച്ചതും എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഹീറോയിൻ പറയും. കട്ട് ചെയ്താല് ഹീറോ നന്നായിട്ട് ഉറങ്ങുമായിരിക്കും. നാട്ടോ കോള് ചെയ്തിട്ട് എന്താടാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുവാടാ എന്ന് പറയുവാണ്. ഓക്കെ, നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാൻ പോകുവാണ്. കുറച്ചു നേരത്തിനുള്ളില് നമ്മൾ എല്ലാവരും അവിടേക്ക് എത്തിയിരിക്കുമെന്ന് പറഞ്ഞതും പക്ഷെ ഹീറോ അത് കാര്യമാക്കി എടുക്കാതെ കോള് കട്ടാക്കി കളയും. പെട്ടെന്നാണ് എന്ത് ഗ്രൂപ്പ് സ്റ്റഡിയോ എന്ന് ചിന്തിച്ച് അവൻ ചാടി എഴുന്നേക്കുന്നത്. അപ്പോഴേക്കും കോളിംഗ് ബെല്ലും അടിച്ചു കഴിഞ്ഞു. വന്ന് ഓപ്പൺ ചെയ്താല് എന്നാ ഗ്രൂപ്പ് സ്റ്റഡി തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഫുഡുമായിട്ട് വന്ന് നിൽക്കുന്നു. ഇതൊക്കെ ഇപ്പോ തന്നെ വേണമെന്ന പോലെയാണ് നമ്മുടെ ഹീറോയുടെ റിയാക്ഷൻ. പഠിക്കാൻ വേണ്ടിയാണ് എല്ലാവരും വന്നത്. അവര് പഠിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയാണെങ്കിൽ തിരിഞ്ഞു കിടക്കുവാണ്. അപ്പോ നമ്മുടെ ഹീറോയിൻ അയ്യോ എനിക്കിത് അറിയില്ലല്ലോ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചതും ഈ ഫോർമുല വെച്ച് ഇത് ചെയ്താൽ മതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നാട്ടോ അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുവാണ്. ഇത് കണ്ട ഹീറോയ്ക്കോ ജലസായി. പെട്ടെന്ന് രണ്ടുപേരുടെയും നടുവിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ തന്നെ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവനെങ്ങനെ ഹീറോയിന്റെ അടുത്ത് സ്വമേധയാ വന്നിരുന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ട് യുരിക്ക് ലൈറ്റ് ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. ഇപ്പോഴും നീ പഠിക്കുന്നത് വെറുക്കുന്നുണ്ടോ എന്ന് ഹീറോയോട് ചോദിച്ചതും അതിന് ഇവനും ആക്ച്വലി എനിക്ക് ഇതിനോട് വെറുപ്പ്, എനിക്കത് ആവശ്യമില്ലെന്നാ തോന്നുന്നതെന്ന പോലെ പറയും. എന്താ അങ്ങനെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവനും എന്തോ അറിയില്ല, ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. കട്ട് ചെയ്താല് ഹീറോ കിച്ചണില് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഞങ്ങള് കടയിൽ പോയിട്ട് വരാമട എന്ന് പറഞ്ഞ് നാട്ടോയും ഹീറോയിനും മുറോയും കൂടി പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടോ പെട്ടെന്നാണ് ഫുട്ടാബ കോയുടെ മൂഡ് ശരിയല്ല, നീ അവന്റെ കൂടെ ഇരുന്ന് അത് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവന് മുറോട് കൂടെ തനിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഇറങ്ങിപ്പോയി. ഇവിടെ യുരിയെ കാണിച്ചാല് അവർ പഠിച്ചുകൊണ്ടിരുന്ന റൂം ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഹീറോയുടെ തിങ്സ് എല്ലാം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ കട്ടിലിനടിയിൽ നിന്ന് അവന്റെ പഴയ തിങ്സുകളും ടോയ്സുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെട്ടി കിടക്കുന്നുണ്ട്. അത് അവളെ എടുത്തു വെച്ച് നോക്കുമ്പോ ഒരു മാത്സിന്റെ നോട്ട്ബുക്ക് കിട്ടുവാണ്. എന്നോട് ക്ഷമിക്കും അബൂജി എന്ന് പറഞ്ഞിട്ടാണ് അവളത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നോക്കി വന്നതും പെട്ടെന്ന് യുരിയുടെ ഫേസ് ചേഞ്ച് ആകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കട്ട് ചെയ്താല് നമ്മുടെ ഹീറോയിൻ ഇവിടെ വേറെ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ അവന്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതാണ് എന്റെ അമ്മയെന്ന് അവൻ തന്നെ വന്ന് പരിചയപ്പെടുത്തുവാണ്. ലാസ്റ്റ് ടൈം അവൻ അവന്റെ അച്ഛന്റെ കൂടെ ആയിരുന്നു എന്നല്ലേ പറഞ്ഞിരുന്നത്. ഡിവോഴ്സ് ആയി പിരിഞ്ഞു പോയാലും അവൻ അവന്റെ അമ്മയെ വളരെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. ഇത് നമ്മുടെ ഹീറോയിന് മനസ്സിലാക്കി അവനോട് സോറി പറയും. മുൻപ് അവന്റെ അമ്മയെ കുറിച്ച് ചോദിച്ച് അവനെ വിഷമിപ്പിച്ചതിന്. ഹീറോ മിണ്ടാതെ നടന്നു പോകുമ്പോ നീ സ്കൂള് വിട്ടു പോകരുതെന്ന് ഹീറോയിൻ അവനോട് പറയും. ഹീറോ അപ്പോഴും സൈലന്റ് ആയിട്ട് അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താല് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. 3 വർഷത്തിന് മുൻപ് എന്താണ് നടന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹീറോ വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അവന്റെ അമ്മ വന്ന് പഠിച്ചത് മതി കഴിക്കാൻ വാട എന്ന് പറഞ്ഞ് വിളിച്ചതും നിൽക്കമ്മേ കുറച്ചു നേരം കൂടി എന്ന് പറഞ്ഞ് അവൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഭക്ഷണം പോലും കഴിക്കാതെ എന്തിനാ മോനെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നതെന്ന് അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ നന്നായിട്ട് പഠിച്ചാലല്ലേ നല്ല സ്കൂളിലേക്ക് പോകാൻ പറ്റൂ. നല്ല സ്കൂളിൽ ചെന്ന് നല്ല മാർക്ക് വാങ്ങിയാലല്ലേ നല്ല കോളേജിലേക്കും പോകാൻ പറ്റൂ. അപ്പോഴേ എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ കഴിയൂ. അപ്പോഴേ എനിക്ക് നിങ്ങളെ നോക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിത്തരാനും കഴിയൂ. എനിക്ക് എപ്പോഴും അമ്മയ്ക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കണം, നന്നായിട്ട് നോക്കണം എന്നാ വിചാരിക്കുന്നതെന്ന് പറഞ്ഞതും ശരി എന്തായാലും നീ കഴിച്ചിട്ട് പഠിക്ക്, അത് മുഖ്യമാണെന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. ഇങ്ങനെ ഒരു നല്ല ബോണ്ടിങ്ങിലായിരുന്നു അവന്റെ അമ്മയും ഉണ്ടായിരുന്നത്. പിന്നീടാണ് അറിയുന്നത് അവന്റെ അമ്മയ്ക്ക് ലങ് ക്യാൻസർ ഉണ്ടായിരുന്നുവെന്ന്. അതും മറ്റു പല ഓർഗൻസിലേക്കും പടരാനും തുടങ്ങി. നിന്റെ അമ്മ ഇനി ഒരു 6 മാസം കൂടി മാത്രമേ ജീവനോടെ ഉണ്ടാകൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ആകെ തകർന്നു പോകുവാണ്. അമ്മയുടെ കൈ പിടിച്ച് എല്ലാ തെറ്റ് എന്റെയാണ്, എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ജസ്റ്റ് കണ്ണു തുറന്ന് ഞാൻ ഓക്കെ ആണെടാ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്മൈല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവനെ കൊണ്ട് അത് കണ്ടു നിൽക്കാനേ പറ്റുന്നില്ല, സഹിക്കാനേ പറ്റുന്നില്ല. വേഗം എഴുന്നേറ്റ് അവൻ വീട്ടിലേക്ക് പോകുവാണ്. വീട്ടിലേക്ക് വന്ന് ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങിയിരിക്കും.
ഫോൺ കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വോയിസ് മെയിൽ അയച്ചു വിടുവാണ്. കോയു, നിന്റെ ചേട്ടനാണ് സംസാരിക്കുന്നത്. അമ്മ കോള് ചെയ്തിരുന്നു. അവർക്ക് നിന്നെ ഓർത്ത് ഒരുപാട് ടെൻഷനുണ്ട്. അമ്മയ്ക്ക് ഒന്നുമില്ല. പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാം ശരിയായി ഡിസ്ചാർജ് ആയി വരും, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് മെയിൽ വോയിസിൽ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് കേൾക്കെ കേൾക്കെ അവന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുന്നുണ്ട്. ഭ്രാന്ത് പോലെ ആകുന്നുണ്ട്. എല്ലാം എടുത്ത് വലിച്ചെറിയും. പിന്നീട് പൊട്ടിക്കരയാനും തുടങ്ങി. അവന്റെ അമ്മ അവന് വേണ്ടി ഫുഡ് വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് വന്നതും രണ്ടുപേർക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് നോട്ടും എഴുതി വെച്ചിട്ടാണ് പോയത്. അമ്മയുടെയും അച്ഛന്റെയും ഡിവോഴ്സ് കഴിഞ്ഞ് അവൻ അമ്മയുടെ കൂടെയായിരുന്നു. യാതൊരു ഫിനാൻഷ്യലി സപ്പോർട്ടും ഇല്ലാതെ ഇവനെ വളർത്താൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതിനിടയിൽ അവർക്കുണ്ടായിരുന്ന ആ അസുഖം പോലും ശരിയായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എല്ലാം എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അപ്പോഴേ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പോ ഇതെല്ലാം ഓർത്ത് നോക്കിയവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. വന്നു നോക്കിയാൽ അവന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിരുന്നെന്ന് തോന്നുന്നല്ലോ. അവരെല്ലാവരും എപ്പോഴാ പോയെന്ന് ചേട്ടൻ ചോദിക്കും. അപ്പോ നീയാണോ അവർക്ക് എന്റെ അഡ്രസ്സ് കൊടുത്തത്? അതെ, കറക്റ്റ് ആയിട്ട് നീ കണ്ടുപിടിച്ച് പറഞ്ഞല്ലോ. നോക്ക്, ഫസ്റ്റ് എന്നോട് ചോദിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്ന് നിർത്താമോ? എനിക്ക് വളരെ ഇറിറ്റേറ്റ് ആകുന്നുണ്ടെന്ന് ഏട്ടനോട് അവൻ വഴക്ക് പറയുന്നുണ്ട്. സോറി, എനിക്ക് അവർ വന്ന് ചോദിക്കുമ്പോഴേ അറിയാമായിരുന്നു. അങ്ങനെ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നീ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിരിക്കുമ്പോ അത് കാണുമ്പോഴേ എനിക്കും വളരെ ഹാപ്പിയാണ്. വാടാ, നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ അവനെ ഒന്നിച്ച് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് വിളിച്ചാല് എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു പോയവൻ റൂഫ് ടോപ്പിൽ വന്നിരുന്നിട്ട് ചോക്ലേറ്റും കഴിച്ച് പൂച്ചയ്ക്ക് ഫുഡും കൊടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇവിടെ നമ്മുടെ ഹീറോയിനും റൂമിലേക്ക് വന്ന് കിടന്ന് ഒന്നിച്ചെടുത്ത ആ ഫോട്ടോ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് വന്നതും ഒന്നുകൂടി ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടി ഹീറോയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ അവിടേക്ക് പോകണമെന്ന് മുറോ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവളൊരു ഡ്രിങ്ക് എടുക്കാനായിട്ട് വെൻഡിങ് മെഷീന്റെ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് ടീച്ചർ വന്ന് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തു എന്ന് പറഞ്ഞ് നിറയെ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിന്റെ ഫ്രണ്ട്സിനും കൂടിയാണ്, അവർക്ക് കൂടെ ഷെയർ ചെയ്യ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ കോയുനെ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് സാറ അവിടെ നിന്ന് പോകുവാണ്. ഇവളെ കൊണ്ട് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് അവള് കൂവുന്നുണ്ട്. സാറ് തിരിഞ്ഞു നോക്കിയതും തീർച്ചയായിട്ടും മബൂജിയുടെ ഗ്രേഡ്സ് വരെ ഇൻക്രീസ് ചെയ്യാൻ ഞാൻ അവനെ സഹായിക്കാമെന്ന് പറയാണ്. അത് തന്നെയാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് സാറ് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോയി. ഇവിടെ ഹീറോ ക്ലാസ്സിലേക്ക് കയറി വന്നതും ഹീറോയിനോടി വന്ന് നീ ഇന്ന് ഫ്രീ ആണോ എന്ന് ചോദിക്കും. എന്താ എന്ന് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിച്ചാല് മുറോ ഓടി വന്ന് ഞാൻ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് പറയും. എന്താ മുറോ പെട്ടെന്ന് എന്താ ഒരു മനം മാറ്റം എന്ന് എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവളും തപ്പാൻ തുടങ്ങി. കട്ട് ചെയ്താല് എല്ലാവരും ലൈബ്രറിയിലേക്ക് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നോക്കിയാല് ഹീറോയും ഇല്ല, അവന്റെ ബാഗും ഇല്ല. ഇവരറിയാതെ അവൻ എസ്കേപ്പ് ആയി വീട്ടിൽ പോയെന്നാ തോന്നുന്നേ. എന്തായത് ഇവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. യൂരിയും മാറി മാറി അവനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല. നിൽക്ക്, ഞാൻ തന്നെ അവനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ ബാഗ് എടുത്ത് ഓടി വന്നതും പെട്ടെന്ന് ആരോ വന്ന് അവളെ കൂട്ടിയിടിക്കുന്നുണ്ട്. അവൾ അവന്റെ മേലെ തന്നെ വന്ന് വീഴുവാണ്. ആ പയ്യന്റെ കയ്യിലെ ബട്ടൺസ് അവളുടെ മുടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. മെല്ലെ എഴുന്നേറ്റിട്ട് സോറി വെയിറ്റ് ചെയ്യ്, സിസർ എവിടെയെന്ന് ചോദിക്കുന്നതിനുള്ളില് അവൻ പിടിച്ച് വലിച്ചെടുക്കും. നിങ്ങളെ പെണ്ണുങ്ങൾ എപ്പോഴും എന്തിനാ ഇങ്ങനെ നീളത്തിൽ മുടി വളർത്തുന്നതെന്ന് അവൻ ചോദിക്കുകയാണ്. ഹീറോയിൻ ഒരു സെക്കൻഡ് അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അല്ല, നീ എവിടേക്കോ ധൃതിയിൽ പോകുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ ശരിയാ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിക്കളയും. ഈ പുതിയ പയ്യന്റെ പേരാണ് കിക്കോ. ഇവിടെ ഓടി വന്ന ഹീറോയിനും നേരെ അവന്റെ വീട്ടിലെത്തി. പക്ഷേ ഓപ്പൺ ചെയ്യുന്നത് അവന്റെ ചേട്ടനായിരിക്കും. കോയി ഇപ്പോഴും വീട്ടിലേക്ക് വന്നില്ലെന്ന് അവര് പറയുകയാണ്. എന്നാൽ അവൻ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് ഓടി കയറുന്നുണ്ട്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെ ഉണ്ടെന്നറിഞ്ഞാല് അവൻ ചിലപ്പോൾ വരില്ലായിരിക്കും എന്ന് ചേട്ടൻ പറഞ്ഞതും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ഹീറോയിൻ തിരികെ ചോദിക്കുവാണ്. മുന്നേയൊക്കെ ഒരുപാട് ക്ലോസ് ആയിരുന്നു, പക്ഷെ അവനാണ് എന്നോട് ക്ഷമിക്കാത്തത്. ഞങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞതും അവര് മരിച്ചുപോയോ എന്ന് ഹീറോയിൻ ചോദിക്കും. എന്റെ അമ്മ ഹോസ്പിറ്റലായിരുന്നപ്പോ ഞാൻ എന്റെ വർക്കിൽ വളരെ ബിസി ആയിപ്പോയി. സോ എന്നെ കൊണ്ട് ഡെയിലി പോയി കാണാൻ കഴിഞ്ഞിരുന്നില്ല. കോയു എല്ലാം നോക്കിക്കോളൂ എന്ന് കരുതി. അപ്പൊ അവൻ ജൂനിയർ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കൂടെ കൂടെ അമ്മയുടെ ആരോഗ്യവും മോശമാകാനും തുടങ്ങി. എനിക്കും അവരെ ആ അവസ്ഥയിൽ കാണാനേ പേടിയായി. കോയുവും അതേ ഫീലിങ്സോട് കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. സത്യമായും കോയു നല്ലൊരു പയ്യനാണെന്ന് പറഞ്ഞതും എനിക്കതറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നതെന്ന് ഹീറോയിൻ പറയും. ഇത് കേട്ട് ചേട്ടൻ ചിരിക്കുന്നുണ്ട്. പിന്നീട് ഡിന്നർ റെഡിയാക്കാൻ വേണ്ടി ചേട്ടനെ അവളെ സഹായിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. നമ്മുടെ ഹീറോ എവിടെയെന്ന് നോക്കിയാല് അവന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ, അവിടെ ചെന്ന് വളരെ ഒരുമാതിരി ശോകത്തിലിരിക്കുമായിരിക്കും. എന്താ നീ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നേ? നിന്റെ ഈ
മൂഡ് മാറ്റാനായിട്ട് ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിച്ചതും ഹീറോയ്ക്ക് ഹീറോയിന്റെയും ഫ്രണ്ട്സിന്റെയും കൂടെയും സൺറൈസ് കണ്ടത് അതാണ് ഓർമ്മ വരുന്നത്. കറക്റ്റ് ടൈം നമ്മുടെ ഹീറോയിനും അവിടേക്ക് ഇവനെ നോക്കി ഓടി വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ സ്കൂൾ ടൈമിലെ ഫുട്ടാബയാണ് അവന് ഓർമ്മ വരുന്നത്. ഹീറോയിൻ ഓടി വന്ന് അവന്റെ കയ്യിലേക്ക് പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ട് പോകുവാണ്. എന്റെ കയ്യിൽ നിന്ന് വിടടി എന്ന് അവൻ പറയുന്നുണ്ട്. ഇല്ല, വിട്ട നീ ഓടിപ്പോയാലോ? അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞാലും ഇല്ല, നീ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിന്? നിന്റെ അമ്മ പോലും ഇപ്പോ നിന്നെ ഈ അവസ്ഥയിൽ കണ്ടാല് വിഷമിക്കുമെന്ന് പറഞ്ഞതും ഞാനും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹീറോ പറയും. പക്ഷെ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രം എനിക്ക് ഹെൽപ്ഫുൾ ആകില്ലല്ലോ. സത്യത്തിൽ എനിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. തെറ്റായ ഡിസിഷൻസ് എടുത്ത പോലെ എന്റെ അമ്മ എന്റെ കൺമുമ്പിൽ വെച്ചാണ് ഓരോ ദിവസവും കഷ്ടപ്പെട്ട് മരിച്ചു പോയത്. എന്തോ അവരിവിടം വിട്ടു പോകാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആയിരുന്നു. പക്ഷെ ഞാനപ്പോ എന്റെ കാര്യം മാത്രം നോക്കി. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് അവൻ വളരെ ഫീൽ ചെയ്ത് പറയുന്നത് കേട്ട് ഹീറോയിനും തീർച്ചയായിട്ടും നിന്റെ വേദന നിന്നെ കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. ഞാൻ എത്രയൊക്കെ അതിനെക്കുറിച്ച് അറിയാൻ നോക്കിയാലും നിന്റെ അത്രയും വരില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ മനസ്സിലാക്കണമെന്ന് മാത്രമാണ്. ഇതിൽ എന്താ തെറ്റുള്ളതെന്ന് ചോദിക്കും. അവനും ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിന്നതും ഇവള് വന്ന് അവനെ തലങ്ങും വിലങ്ങും അടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഹീറോ അവളുടെ കയ്യിലേക്ക് പിടിച്ചു നിർത്തി, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇതിലേക്ക് ഇൻവോൾവ് ആകാനായിട്ട് നോക്കുന്നേ? നീ, നാറ്റോ, മറ്റുള്ളവരെല്ലാവരും എന്നെ വളരെ പേടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകാൻ തുടങ്ങിയതും നിൽക്ക് കോയെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ പോയവള് കാലൊടുക്കി നേരെ മറിഞ്ഞ് അവന്റെ മേലെ തന്നെ വീണ് കിടക്കുവാണ്. എഴുന്നേറ്റ് മാറിയാല് അവൻ എഴുന്നേറ്റ് ഓടിയാലോ എന്ന് പേടിച്ച് അതേപോലെ തന്നെ കിടന്ന് അവനെ ലോക്ക് ആക്കിയിട്ട് നീ ഞങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി. അതാ നിനക്ക് ഇപ്പോ ഞങ്ങളെല്ലാവരും നഷ്ടമായാലോ എന്ന് പേടിയുണ്ടല്ലേ എന്ന് ചോദിച്ചതും നിനക്ക് ഒരു തുള്ളി പോലും നാണമില്ലേ എന്ന് ഹീറോ ചോദിക്കും. നീ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, മൂവ് ഓൺ ആകണം. ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ നടക്കാൻ പോകുന്നത്? എല്ലാവരെയും വിശ്വസിക്കണം, സന്തോഷത്തോടെ ഇരിക്കി. അതിൽ നിന്നെ ആരും ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താല് ഞാൻ അവരുടെ കാര്യം നോക്കിക്കോളാം, അടിച്ച് വകവരുത്തിക്കോളാം എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഹീറോ എന്താ ചിന്തിച്ചെന്ന് അറിയില്ല, അവളെ ഹഗ് ചെയ്യുവാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. ഹീറോയിൻ എഴുന്നേറ്റ് മാറിയതും പിന്നെയും അവളെ പിടിച്ച് ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കാമെന്ന് പറയാണ്. അവൻ കരയുന്നത് അവള് കാണാൻ പാടില്ലെന്ന് കരുതിയായിരിക്കാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ നീങ്ങിയിരിക്കുവാണ്. പെട്ടെന്ന് ഹീറോയിന്റെ വയറ്റിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ലില്ലെന്ന് അവള് പറയും. വാ പോയി കഴിക്കാമെന്ന് ഹീറോ വിളിച്ചാലും ഇല്ല, നീ ഇപ്പോ വീട്ടിലേക്ക് ചെല്ല്. ടീച്ചർ നിനക്ക് വേണ്ടി ഡിന്നർ റെഡിയാക്കി വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. പിന്നെ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ടൈമില് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫീലിങ്സ് അവർക്കുണ്ടെന്ന് പറയും. കട്ട് ചെയ്താല് ഹീറോ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ചേട്ടൻ വളരെ സന്തോഷത്തോടെ ഓടി വന്ന് അവനെ വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തരി പോലും ഇവന്റെ മുഖത്ത് ചിരി വരുത്തുന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് നോക്കിയാല് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ചേട്ടന്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. അവർക്കോ ഇത് കണ്ട് ഭയങ്കര സന്തോഷം. പിന്നീട് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ പെട്ടെന്നാണ് സഡൻ ആയിട്ട് ചേട്ടൻ ഇരുന്ന് കരയാൻ തുടങ്ങുന്നത്. ഇവനൊന്നും മനസ്സിലാകുന്നില്ല. എന്താന്ന് ചോദിച്ചാല് ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇത്ര നാള് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞ് അവരിരുന്ന് കരയാണ്. അമ്മ മരിച്ചതിന് ശേഷം ഇവിടേക്ക് തിരികെ വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതും നിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഡിന്നർ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. എല്ലാം നടക്കാനുള്ളതെന്ന് ഹീറോ ഫീൽ ചെയ്ത് പറഞ്ഞതും ചേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ തലയിലേക്ക് തടവി, നമ്മുടെ അമ്മ നിന്നെ ഓർത്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഹീറോയുടെ പേര് അവൻ ചേഞ്ച് ചെയ്തിരുന്നല്ലോ, അത് അവന്റെ അമ്മയുടെ പേരാണ് മബൂജി എന്ന്. മബൂജിയിൽ നിന്ന് തനാക്കി എന്ന നിന്റെ പഴയ പേരിലേക്ക് എപ്പോ വേണമെങ്കിലും നിനക്ക് മാറാൻ തോന്നുന്നു, അപ്പൊ നിനക്ക് മാറാമെന്ന് ചേട്ടൻ പറയാണ്. നെക്സ്റ്റ് ഡേ സ്കൂളില് നൈറ്റ് ഹീറോ അവളെ കെട്ടിപ്പിടിച്ചില്ലേ, അത് ഓർത്ത് ഷൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയിനും. കറക്റ്റ് ആയിട്ട് ഹീറോ വരുന്നുണ്ട്. അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവനും തിരികെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തിട്ട് അവൻ വന്ന് സീറ്റിലിരിക്കുവാണ്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഒരുമാതിരി ഫീൽ ആകുന്നുണ്ട്. ഇവൾ അവനെ തന്നെ നോക്കിയാല് ഇവനും തിരികെ നോക്കുന്നുണ്ട്. ഒരു സ്റ്റേജില് ഫേസ് ചെയ്യാൻ പറ്റാതെ ഷൈ ആയി ഹീറോ ഡെസ്കിലേക്ക് കമന്ന് കിടക്കുവാണ്. ഇതൊക്കെ കാണുമ്പോ അവൻ വളരെ ക്യൂട്ടായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. പിന്നാലെ മുറോയും യുരിയും നാറ്റോയും വന്ന് ലൈബ്രറിയിൽ ഒന്നിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ എസ്കേപ്പ് ആയി ഓടിയില്ലേ, അതിനെ വന്ന് വഴക്ക് പറയാനും തുടങ്ങി. പെട്ടെന്ന് ഹീറോ ചാടി എഴുന്നേറ്റ് ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ എന്ന് ചോദിക്കും. എന്തിനാ ഗ്രൂപ്പ് സ്റ്റഡിക്കാണോ എന്ന് ഹീറോയിൻ വന്ന് ചോദിച്ചാല് എന്റെ സീരിയസ്നെസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി തരാമെന്ന് ഹീറോ പറയാണ്. കട്ട് ചെയ്താല് എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കുവാണ്. ഹീറോയ്ക്കും മുറോ ആണ് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വട്ടം കൂടി പറയുന്ന ഹീറോ കണ്ടിന്യൂസ് ആയിട്ട് കരയുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മുടെ ഹീറോ ഇംപ്രൂവ് ആയിട്ട് പഠിക്കാനും തുടങ്ങി.
തുടങ്ങി. ഇത് കാണുന്ന ചേട്ടനോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വീട്ടിൽ വന്ന് ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. ഹീറോയിനോട് നിനക്ക് ഏത് സബ്ജക്റ്റാ നന്നായിട്ട് അറിയാമെന്ന് ചോദിച്ചാല് കെമിസ്ട്രി ആണെന്ന് അവള് പറയും. അപ്പൊ അതെനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം ടീച്ചർ എന്ന് അവൻ വളരെ ക്യൂട്ടായിട്ട് ഹീറോയിനെ നോക്കി ചോദിച്ചതും ഒരു നിമിഷം അവള് സ്റ്റണ്ണാകുന്നുണ്ട്. അങ്ങനെ പഠനം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമും വന്നു കഴിഞ്ഞു. കട്ട് ചെയ്താല് ഇപ്പൊ റിസൾട്ടും വന്നിട്ടുണ്ട്. എല്ലാവരും നിരന്ന് നിന്ന് റിസൾട്ട് ആണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നല്ല മാർക്ക് വാങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ അതിലും ചെറിയ വിഷമമുണ്ടെന്ന് ഹീറോ പറയാണ്. നോക്കിയാല് ഇവന് പറഞ്ഞു കൊടുത്തവരിൽ കൂടുതൽ മാർക്ക് ഹീറോ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും പതിവിലും നല്ല മാർക്കുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്താല് നമ്മുടെ യുരി ഹീറോയോട് സമ്മർ ബ്രേക്ക് വരാൻ പോകുമല്ലേ, ഫെസ്റ്റിവലിന് പോയാലോ എന്ന് ചോദിച്ചാല് പിന്നെന്താ വരാമെന്ന് പറഞ്ഞവൻ ഗായ്സ് യുരി ഫെസ്റ്റിവലിന് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അവള് വിളിച്ചത് ഇവനെ മാത്രമായിട്ടാണ്. പക്ഷെ എന്നാലും ഇവർ 5 പേരും പിന്നെയും ഒരു തിക് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കട്ട് ചെയ്താൽ ആ ഫെസ്റ്റിവലിന് ഹീറോയിൻ ആദ്യം തന്നെ എത്തിക്കഴിഞ്ഞു. പിന്നാലെ മുറോ വരുന്നുണ്ട്. നോക്കിയാലും നമ്മുടെ യുരി അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് ഇല്ലേ അതിട്ടിട്ട് ക്യൂട്ടായിട്ട് നടന്നു വരുന്നുണ്ട്. എന്താ യുരി നീ മിണ്ടാതെയും പറയാതെയും ഇങ്ങനെ ഇട്ടിട്ട് വന്നേ എന്ന് ചോദിച്ചാല് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അത് ഇടില്ലല്ലോ, പിന്നെ ഹീറോയെ വളയ്ക്കാനും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് അവള് പറയും. പിന്നാലെ നമ്മുടെ ഹീറോയും നാറ്റോയും വരുന്നുണ്ട്. ഹീറോ ഇവളെ കണ്ടതും യുരിയാണോ ഇത്, ആളാകെ മാറിപ്പോയല്ലോ, നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണോ, ഞാൻ എന്റെ ഹെയർ വരെ കേള് ചെയ്തിട്ടുണ്ട് അറിയാമോ എന്ന്. അങ്ങനെയാണോ എന്ന് ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഒരുമാതിരി ജലസ് ആയിട്ട് നമ്മുടെ ഹീറോയും നോക്കുന്നുണ്ട്. അങ്ങനെ അവര് കഴിക്കാനുള്ളതൊക്കെ വാങ്ങി കഴിച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. യുരിയും ഹീറോയും സംസാരിച്ചിട്ട് ചിരിച്ച് മുന്നിലായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇത് കണ്ട് അവളുമായിട്ട് എന്താ അവൻ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ഹീറോയിന് ക്യൂരിയസ് ആകാൻ തുടങ്ങി. കറക്റ്റ് ആയിട്ട് യുരി കാല് തട്ടി വീഴാൻ പോയതും പെട്ടെന്ന് ഹീറോ അവളുടെ കയ്യിൽ പിടിച്ച് രക്ഷിക്കുന്നുണ്ട്. നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചാല് യുരിയും ആ ഓക്കെ ആണെന്ന് പറയും. ഇനി വീഴാതിരിക്കാൻ ഞാൻ നിന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് യുരി ഹീറോയെയും കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. മുറോയും നാറ്റോയും മറ്റൊരു ഭാഗത്തേക്കും പോയി. പാവം നമ്മുടെ ഹീറോയിൻ മാത്രം ഒറ്റയ്ക്കായി. ഹീറോ യുരിയുടെ കൂടെ പോയല്ലോ എന്ന ശോകത്തില് അവള് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഒരു പയ്യൻ ഓടി വന്ന് കയ്യിലിരുന്ന കോഫി അവളുടെ മേലേക്ക് കൊട്ടിയിടുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ സാരമില്ലെന്ന് പറഞ്ഞ ആ കുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് നോക്കിയാല് ഡ്രസ് ഇങ്ങനെ കുളമായല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് അവള് നോക്കുവാണ്. യുരിയും ഹീറോയും ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചിട്ട് നടന്നു പോകുന്നത് കണ്ട് ഹീറോയിൻ അത് കാണെ സങ്കടാകുന്നുണ്ട്. അപ്പൊ പുതിയ ക്യാരക്ടർ വന്നില്ലേ, കിക്കോ എന്ന് പറഞ്ഞൊരു പയ്യൻ. അവൻ ഫോണിലൂടെ സംസാരിച്ചിട്ട് ആ വഴി നടന്നു വരുന്നുണ്ടായിരിക്കും. ഇവള് കണ്ടത് അവൻ ഓടി വന്ന് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ഒരു ടിഷ്യൂ എടുത്ത് അവളുടെ ഡ്രസ്സിലെ കറിയൊക്കെ വൈപ്പ് ചെയ്ത് കളയാനായിട്ട് നോക്കുന്നുണ്ട്. ഇതെന്താ പോകാത്തെ, അടുത്ത് എവിടെയെങ്കിലും വെള്ളം ഉണ്ടാകുക തോന്നുന്നത്, നമുക്ക് പോയി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുവാണ്. ഇവിടെ ഹീറോയ്ക്ക് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ ഓർമ്മ വന്നത്. അല്ല എവിടെ ഫുട്ടാബ് എന്ന് പറഞ്ഞ് തിരിഞ്ഞതും ഹീറോയിൻ ഇവനെ ക്രോസ് ചെയ്ത് കിക്കോട് കൂടെ നടന്നു പോകുന്നുണ്ടാകും. ഇത് കണ്ട അടുത്ത സെക്കൻഡില് ഹീറോ യുരിയുടെ കയ്യിലേക്ക് എല്ലാം കൊടുത്തിട്ട് ഹീറോയിനെ നോക്കി ഓടി പോകുവാണ്. പാവം ഇത് കണ്ട് യുരിയുടെ മുഖം വല്ലാതെ ആകുന്നുണ്ട്. ഹീറോ ഓടിച്ചെന്ന് ഹീറോയിനെ പിടിച്ചു മാറ്റി ഹേ ഇത് എന്റെ ഗേൾ ഫ്രണ്ടാ, നിനക്കെന്താ വേണ്ടേ, നീ എന്താ പെൺകുട്ടികളെ വളക്കാനായിട്ട് കറങ്ങി നടക്കുവാണോ, അതിവിടെ വേണ്ട വേറെ ആരെങ്കിലും നോക്കിയാൽ മതിയെന്ന് ഹീറോയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ഇവള് നിന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ നീ എന്തുകൊണ്ടാ അവളെ തനിച്ചാക്കി പോയതെന്ന് ആ പയ്യൻ ചോദിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തില് നീ ഇടപെടണ്ടെന്ന് ഹീറോ വഴക്കിന് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് ഹീറോയിനിടയിൽ കയറി അവൻ എന്നെ ഫോഴ്സ് ചെയ്തൊന്നും കൂട്ടിക്കൊണ്ടു പോയതല്ല, നോക്ക് എന്റെ ഡ്രസ്സിൽ അഴുക്കായി, ഞാൻ വാഷ് ചെയ്യാനായിട്ട് വേണ്ടി അവന്റെ കൂടെ പോയത്, അത്രയേ ഉള്ളൂ, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി അത് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയ്ക്ക് ആകെ ടെൻഷൻ ആകുവാണ്. പിന്നാലെ മുറോയും നാറ്റോയൊക്കെ വരുന്നുണ്ട്. മുറോ ആ പയ്യനെ കണ്ട് ഫുട്ടാപ്പയുടെ കൂടെ പോകുന്ന ആ പയ്യൻ ലൈബ്രറിയിൽ കണ്ട ആ പയ്യനല്ലേ എന്ന് ചോദിക്കും. എന്ത് ലൈബ്രറിയിൽ കണ്ട പയ്യനോ, അതെ നീ അന്ന് ലൈബ്രറിയിൽ ഗ്രൂപ്പ് സ്റ്റഡി വെച്ചപ്പോ എസ്കേപ്പ് ആയി പോയില്ലേ, അന്ന് ഈ പയ്യന്റെ ഷർട്ടിന്റെ ബട്ടണില് നമ്മുടെ ഫുട്ടാപ്പയുടെ മുടി കുടുങ്ങിയിരുന്നു, അപ്പോഴാ ഞങ്ങൾ എല്ലാവരും ഈ പയ്യനെ കണ്ടതെന്ന് അങ്ങനെ ഇവള് പറഞ്ഞതും ഇവൻ ഒരുമാതിരി ആകുന്നുണ്ട്. ഹീറോ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ യൂരിയും നോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞതും ശരി ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ ശോകത്തിൽ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോ നിനക്ക് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് യുരിയും അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ ആ പുതിയ പയ്യന്റെ കൂടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവര് തിരികെ നടന്നു വരുമായിരിക്കും. അപ്പൊ ആ പയ്യനും എന്റെ പേര് കിക്കോ, ഞാൻ ക്ലാസ് 2-ലാണുള്ളതെന്ന് പറയും. നമ്മുടെ ഹീറോയിനും എന്റെ പേര് ഫുട്ടാബ, ഞാൻ ക്ലാസ് 3-ലാണുള്ളതെന്ന് ഇവര് തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. ഉടനെ കിക്കോ ചോദിക്കുവാണ് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ അവനെന്ന്. അയ്യോ ഇല്ലില്ല അവൻ എന്റെ ഫ്രണ്ട് ആണെന്ന് ഹീറോയിൻ പറയും. നോക്കിയാല് ഹീറോയും യുരിയും ഒന്നിച്ച് ആ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരിങ്ങനെ ഒന്നിച്ചു പോകുന്നത് കണ്ട്
കണ്ടതും ഹീറോന്റെ മുഖം ആകെ മാറുവാണ്. ഇത് നമ്മുടെ കിക്കോയും നോട്ട് ചെയ്യുന്നുണ്ട്. കിക്കോ അവന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇവിടേക്ക് വന്നത്. അവന്മാരുടെ അടുത്തേക്ക് വന്നതും അവന്മാരെന്തോ തലയിൽ വെച്ച് ക്യൂട്ട് അല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ഇത് കണ്ട കിക്കോ അവൻ അറിയാതെ ക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. ഇവന്മാര് രണ്ടും ഇത് കേട്ട് അവന് ഷോക്കായി ഒരു നോട്ടം. കിക്കോ ഇനി ഹീറോയിനെ ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞതെന്ന് അറിയത്തില്ല. അങ്ങനെ നൈറ്റായി. ഫുഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയ യുരിയും ഹീറോയും ഇനിയും വന്നില്ലെന്ന് പറഞ്ഞ് ഇവര് കാത്തിരിക്കുമായിരിക്കും. ഇവിടെ യുരിയും ഹീറോയും ഫുഡ് വാങ്ങിയിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അവന്റെ പിന്നാലെ മെല്ലെ മെല്ലെ യുരിയും നടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് മബൂജി എന്ന് അവള് വിളിക്കുകയാണ്. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ കാലില് ആ സ്ലിപ്പർ ഇട്ട് നടന്നതിന്റെ മുറിവ് വന്നിട്ടുണ്ട്. അവൾക്ക് നടക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ ഒരിടത്ത് മാറിയിരുന്ന് കാലില് മരുന്നിട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഹീറോ കോള് ചെയ്ത് ഇതേപോലെ യുരിയുടെ കാലില് മുറിവുണ്ട്, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കും. അവള് മരുന്നിടാനായിട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് അവൻ വന്ന് വാ ഞാൻ പുരട്ടിത്തരാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കാലെടുത്ത് അവന്റെ മേലേക്ക് വെച്ചിട്ട് പതിയെ മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. യുരി നിനക്കിപ്പോ നടക്കാൻ പറ്റുമോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ഹീറോ ചോദിക്കും. പക്ഷെ യുരി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ച് നിന്നവള് പെട്ടെന്ന് ഐ ലൈക്ക് യു മബൂജി എന്ന് പറഞ്ഞ് അവൾ പ്രൊപ്പോസ് ചെയ്യുവാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ അതിന് താങ്ക് യു, പക്ഷേ ഞാൻ നിന്നെ ആ ഒരു ഫീലിങ്സോടെ കണ്ടിട്ടില്ലെന്ന് പറയും. ഇത് കേട്ട് യുരിക്ക് ഭയങ്കര കഷ്ടമാകുന്നുണ്ടെങ്കിലും നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിയെ ഓർത്ത് എനിക്ക് ഒരുപാട് അസൂയ തോന്നും. ഇങ്ങനെ തോന്നുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ, എന്ത് ചെയ്യാനാ, വാ പോകാമെന്ന് പറഞ്ഞ് കരച്ചിൽ ഒരുപാട് അവള് കൺട്രോൾ ചെയ്തിട്ട് നടക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോഴാണ് അന്ന് യുരിക്ക് ഹീറോയുടെ പഴയ ഒരു നോട്ട്ബുക്ക് കണ്ട് ഒരുമാതിരി അവള് റിയാക്ട് ചെയ്തിരുന്നില്ലേ, അതാണ് കാണിക്കുന്നത്. അതില് ഹീറോയിന്റെ പേര് അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവന് ഹീറോയിനെ ഇഷ്ടമായത് കൊണ്ടല്ലേ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ. സോ അത് അവൾ അപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നടന്നു വരുമ്പോ അപ്പോഴാണ് യുരി യുരി എന്ന് കാറിക്കൊണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നത്. നോക്കിയാല് കൂട്ടത്തിൽ നിന്ന് തള്ളി മാറ്റി നിനക്ക് എന്ത് പറ്റി എന്ന് അലറയടിച്ച് നമ്മുടെ ഹീറോയിന് ഓടി വന്ന് ചോദിക്കുന്നു. നീ എനിക്ക് വേണ്ടിയാണോ ഇത്ര ടെൻഷനായി ഇറങ്ങി ഓടി വന്നതെന്ന് യുരി ആശ്ചര്യത്തോട് ചോദിക്കും. അത് നിനക്ക് കാല് മുറിഞ്ഞു എന്ന് മബൂജി പറഞ്ഞു. നീ ഓക്കെ ആണോ, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. മുന്നേ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിന് ഇവളോട് എത്ര സ്നേഹവും വാത്സല്യം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ ലവ് ചെയ്യുന്നതിൽ ഇവൾക്ക് കുഴപ്പമില്ലെന്ന പോലെ സിംബോളിക് ആയിട്ട് പറയാണ്. എന്താ നീ പറയുന്നതെന്ന് ഹീറോയിനും ചോദിക്കുന്നുണ്ട്. അതൊക്കെ വിട്, വാ ഇപ്പൊ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഹീറോയിനുമായിട്ട് യുരി അവിടെ നിന്ന് നടന്നു പോകുവാണ്. അങ്ങനെ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ ഒന്നിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. യുരിക്ക് എന്താ പറ്റിയത്, അവള് കരയുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഹീറോയിൻ ചോദിച്ചതും എനിക്കതിനെ പറ്റി അറിയില്ലെന്ന് ഹീറോ ഒന്നും അറിയാത്ത പോലെ നടന്നു പോകുവാണ്. ഇനി യുരി ഇവനെ പ്രൊപ്പോസ് എന്തെങ്കിലും ചെയ്ത് കാണുമോ, യുരിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവന്റെ മറുപടി എനിക്കും അറിയായിരുന്നു എന്ന് അവള് ചിന്തിച്ചിട്ടേ ഐ ലൈക്ക് യു എന്ന് അവള് സൈലന്റ് ആയിട്ട് പറയുവാണ്. ഇത് ഉറക്കെ പറഞ്ഞാലേ എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചവള് കറക്റ്റ് ടൈമില് ഒരു ട്രെയിൻ അവിടെ നിന്ന് ക്രോസ് ആയി പോകുന്നുണ്ട്. ആ ടൈമില് ഐ ലൈക്ക് യു എന്ന് അവള് ഉറക്കെ പറയുവാണ്. പിന്നാലെ വേറൊരു ട്രെയിനും കൂടി വരുന്നുണ്ട്. അത് കടന്നു പോകുന്ന ടൈമില് ഐ ലൈക്ക് യു എന്ന് അവള് ഒന്നുകൂടി ഉറക്കെ പറയും. എന്താ നീ പറഞ്ഞതെന്ന് ഹീറോ ചെവിയും കൊണ്ട് ക്ലോസ് ആയിട്ട് വന്ന് നിന്ന് ചോദിച്ചതും ഇവള് പെട്ടെന്ന് പേടിച്ച് വീടാനായിട്ട് പോയി. ഇവൻ പെട്ടെന്ന് ക്യാച്ചും ചെയ്യുന്നുണ്ട്. ട്രെയിൻ പോകുന്ന വരെ രണ്ടുപേരും കണ്ണും നോക്കി അങ്ങനെ കുറച്ചു നേരം നിൽക്കുവാണ്. ട്രെയിൻ പോയി കഴിഞ്ഞതും പെട്ടെന്ന് ഹീറോ അവളുടെ മേലെ നിന്ന് കൈയെടുക്കുന്നുണ്ട്. ഞാൻ ഒന്നും തന്നെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആയി അവള് അവന്റെ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു വരുമ്പോ ഒരു ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്ന പോലെ ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് ഇതേ ഫെസ്റ്റിവലിന് വേണ്ടിയല്ലേ നിനക്ക് വേണ്ടി ഞാൻ ആ പാർക്കിൽ വെയിറ്റ് ചെയ്തതെന്ന് പഴയ ഓർമ്മകളൊക്കെ ഹീറോയിൻ ഇപ്പോ ഓർത്ത് പറയാനായിട്ട് തുടങ്ങുവാണ്. അതെ, 7 മണിക്ക് ആ പാർക്കിൽ വരാമെന്ന് ഹീറോ പറഞ്ഞതും ഇതേ ഡയലോഗ് തന്നെയാണ് അന്ന് നീ പറഞ്ഞതെന്ന് അവള് പറയും. ഇല്ല, 7 മണിക്ക് ആ സെയിം പാർക്കില് ഞാനിപ്പോ നിന്നെ വിളിക്കുന്നു, നീ വരാമോന്ന് ഹീറോ ചോദിച്ചതും ഹീറോയിൻ ഇത് കേട്ടതും ഷോക്കായി. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടാണോ, നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഹീറോ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഹേ പോകല്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് പിടിച്ച് എനിക്ക് ഓക്കെയാണ്, ഞാൻ വരാമെന്ന് പറയും. ഇത് കേട്ട സന്തോഷത്തോടെ ചിരിച്ച അവനും അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തിട്ട് നടന്നു പോകുവാണ്. ഹീറോയുടെ പിന്നാലെ ഓടി അവനെ ഇടിക്കാനായിട്ട് കൈ കൊണ്ടുവന്നതും അവളുടെ കൈ കറക്റ്റ് ആയിട്ട് അവന്റെ ചെസ്റ്റിലാണ് വന്നിരിക്കുന്നത്.
കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഹീറോ ഒരുമാതിരി അവളെ നോക്കി അവളുടെ കയ്യിലേക്ക് പിടിച്ചതും ഇവൻ കൊടുത്ത പോലെ ഒരു കൊട്ട് അവന്റെ തലക്ക് കൊടുത്തിട്ട് അവൾ ഓടിക്കളയും. നമ്മുടെ ഹീറോയിന് ഈ മൊമെന്റ്സ് ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നതും വളരെ സന്തോഷത്തില് അവള് ഫെസ്റ്റിവലിന് പോകാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. പക്ഷേ അടുത്ത നിമിഷമാണ് ഹീറോ കോള് ചെയ്ത് എനിക്ക് ആ ഫെസ്റ്റിവലിന് വരാൻ കഴിയില്ല, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നേ. ഇത് കേട്ട ഹീറോയിനോ പാവം അവളുടെ ഫേസ് ആകെ മാറുന്നുണ്ട്. കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഹീറോയിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി. ഇന്ന് വെക്കേഷൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് ഡേ ആണ്. സോ നന്നായിട്ട് റെഡി ആയിട്ട് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യും. അവള് ഹീറോയുമായിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടേ ഇല്ല. എന്നാലും ഇന്ന് സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്ന ദിവസമായതുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് മുന്നിലൂടെ രണ്ട് പയ്യന്മാര് നടന്നു പോകുന്നുണ്ട്. അവന്മാര് സംസാരിക്കുന്നത് ഇവള് ശ്രദ്ധിക്കുന്നത്. ഇതേപോലെ ആ പയ്യൻ സ്കൂളിൽ ട്രാൻസ്ഫർ ആയി പോയല്ലോ എന്ന് സംസാരിച്ചിട്ട് അവന്മാര് നടന്നു പോകുന്നുണ്ട്. ഇതേപോലെയാണല്ലോ മുൻപ് ഹീറോയും ലീവ് കഴിഞ്ഞ് വന്ന ടൈമില് ട്രാൻസ്ഫർ ആയി പോയത്. ഇത് ഓർമ്മ വന്നതും അവള് വേഗം ഓടി വന്ന് നോക്കിയാല് സീറ്റിൽ പതിവ് പോലെ ആളെ കാണുന്നില്ല. നോക്കിയാല് അപ്പുറ സൈഡിൽ അവൻ ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ടാകും. ഇവളെ കണ്ട് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കും. ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് എന്തെന്നില്ലാത്ത ദേഷ്യം വരുവാണ്. ഓടിച്ചെന്ന് അവനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ശരി, ഓക്കെ വീട്, ഞാൻ കുറച്ച് ബിസി ആയി പോയി, അതുകൊണ്ടാ വരാതിരുന്നതെന്ന് അവൻ പറയും. നീ രാവിലെ പോലും എന്റെ മെസ്സേജിന് റിപ്ലൈ തന്നില്ലല്ലോ എന്ന് ഹീറോയിൻ ചോദിച്ചാല് പൂച്ചക്കുട്ടിയെ ഡോക്ടറിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. കാരണം മുന്നത്തെ നൈറ്റ് ഞാൻ ആ പൂച്ചക്കുട്ടിയെ എപ്പോഴും കാണാൻ പോകുന്ന പോലെ പോയി. അതിന് വയ്യായിരുന്നു. കാലത്തെ വരെ വെയിറ്റ് ചെയ്താല് അപ്പോഴും ശരിയായില്ല. അതാ ഡോക്ടറിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയത്. ഇനി മുതൽ അതിനെ ഞാൻ തന്നെ നോക്കാമെന്നാ തീരുമാനിക്കുന്നതെന്ന് പറയും. ഇപ്പോ ഹീറോ മുന്നത്തെ പോലെ ഒന്നല്ല. അവൻ ഒരുപാട് ചേഞ്ച് ആയി കഴിഞ്ഞു. വളരെ ഹാപ്പി ആയി ചിരിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് കണ്ട് ഹീറോയിനും അവനിങ്ങനെ ചേഞ്ച് ആയതിൽ വളരെ സന്തോഷം തോന്നുവാണ്. ദെൻ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവൻ വരുന്നത്. എന്തു പറ്റിയെന്ന് ചോദിച്ചാല് പൂച്ചക്കുട്ടിയുമായിട്ട് കളിക്കുമായിരുന്നു, അതാ ലേറ്റ് ആയതെന്ന് പറയും. ഇവനിങ്ങനെ മാറിയത് വളരെ നല്ലതെന്ന പോലെയാണ് ഹീറോയിനും കരുതുന്നത്. അങ്ങനെ ഡേയ്സ് പോകുന്നുണ്ട്. ഹീറോയും നന്നായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരുമായിട്ട് അവൻ നന്നായിട്ട് അറ്റാച്ച്ഡ് ആകുന്നുണ്ട്. ഞാൻ പൂച്ചക്കുട്ടിയെ കാണാൻ ഒരു നാളെ വീട്ടിലേക്ക് വരട്ടെ എന്ന് അവള് ചോദിക്കും. തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെയും കൂട്ടി വാ എന്ന് ഹീറോ പറയുവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ട്സുമായിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പിന്നെയും അവനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയ പോലെ തോന്നുന്നേടി എന്ന് അവള് പറയുവാണ്. അപ്പൊ നേരത്തെ ഫ്രണ്ട്സിന് മുകളിലായിരുന്നോ നിങ്ങളുടെ റിലേഷൻ എന്ന് മുറു ചോദിക്കും. ആക്ച്വലി ഈ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ലാൻഡഡ് ഫെസ്റ്റിവലിന് അവനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഒരു ഇമ്പോർട്ടന്റ് വിഷയമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും യുരിയുടെ മുഖമാകെ മാറുന്നുണ്ട്. എന്നോട് ക്ഷമിക്കൂ യുരി, അവൻ ആരോടും ഇത് പറയരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നതെന്ന് അവള് സോറി ചോദിക്കും. ഇറ്റ്സ് ഓക്കെ, ഞാൻ ഓൾറെഡി തന്നെ അവനോട് കൺഫ്യൂസ് ചെയ്തിരുന്നു. ചിരിച്ചുകൊണ്ട് അവൻ എന്നെ റിജക്റ്റും ചെയ്തു എന്ന് യുരി അവനെ പ്രപ്പോസ് ചെയ്ത കാര്യം ഇപ്പൊ ഇവരോട് പറയുന്നുണ്ട്. മുരോ എഴുന്നേറ്റ് വന്ന് അവളുടെ അടുത്തിരുന്ന് തലയിൽ കൈവച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. യുരിയും വളരെ മെച്ചൂർഡ് ആയിട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് 3 പേർക്കും പ്രശ്നങ്ങളില്ല. 3 പേരും വളരെ സന്തോഷത്തോടെ ഹഗ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താല് ക്ലാസ്സിലെ ഹീറോയാണ് കാണിക്കുന്നത്. അവനിങ്ങനെ ഫോണിൽ നോക്കി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവര് 3 പേരും പുറത്തു നിന്ന് എത്തി വലിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ എപ്പോ നോക്കിയാലും ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ആരെങ്കിലുമായിട്ട് മെസ്സേജ് ചെയ്യുമായിരിക്കോ? പക്ഷെ എനിക്ക് മാത്രം എന്താ ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നേ? ഈ ഒരു കാര്യം പറഞ്ഞ് സാഡായി ഒരു സ്റ്റിക്കർ അവൻ അയച്ചു വിടുന്നുണ്ട്. പെട്ടെന്ന് ഹീറോ വന്ന് എത്തി നോക്കി എന്താന്ന് ചോദിക്കും. ഒന്നുമില്ലെന്ന് ഇവള് പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ മെസ്സേജ് ചെയ്യുന്നത് നിർത്തുന്നു പറഞ്ഞിട്ട് അവൻ പോകുവാണ്. ഇല്ലില്ല, ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയെ പിടിച്ചു നിർത്തുവാണ്. അതേസമയം ഇവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന കിക്കോയിനാണ് കാണിക്കുന്നത്. അവൻ ഫ്രണ്ട്സിന് ഒരു സോങ് എല്ലാം കേൾപ്പിച്ചു കൊടുത്ത് ഈ വരാൻ പോകുന്ന കൾച്ചറൽ ഫെസ്റ്റിവലിന് നമുക്ക് ഈ പാട്ട് സെലക്ട് ചെയ്യാമെന്ന് പറയും. എന്താ നീ പതിവില്ലാതെ ലവ് സോങ് ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്? എന്താ മോനെ, എന്താ നിന്റെ മനസ്സിലെന്ന് അവന്മാര് കളിയാക്കാൻ തുടങ്ങി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന് അവനും തല കുനിക്കുവാണ്. ആ ടൈം കറക്റ്റ് ആയി ഹീറോയും കൂട്ടി ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട കിക്കോയും അപ്പൊ അവൾക്ക് ബോയ് ഫ്രണ്ട് കിട്ടിയോ എന്ന പോലെ ചോദിക്കും. കിക്കോ, നീ വളരെ ലേറ്റ് ആയി പോയടാ, ഇനി നിനക്ക് ചാൻസേ ഇല്ലെന്ന് ഫ്രണ്ട്സ് പറഞ്ഞതും പക്ഷെ അത് അവളുടെ ബോയ് ഫ്രണ്ട് അല്ല എന്നല്ലേ അവൾ അന്ന് പറഞ്ഞതെന്ന് കിക്കോ പറയുന്നുണ്ട്. ഹീറോയിനും ഹീറോയും കൂടി വന്നിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ ഹീറോയിൻ എന്തിനാ നീ വെക്കേഷൻ ടൈമില് നാട്ടിൽ പോയതെന്ന് അവള് ചോദിക്കും. എന്റെ പഴയ ക്ലാസ്മേറ്റിന്റെ ഫാദർ മരിച്ചുപോയി, അതുകൊണ്ടാണ്. അവരും കുറച്ച് ദിവസം എന്റെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അതുകൊണ്ട് കുറച്ചധികം ക്ലോസ് ആണെന്ന് ഹീറോ പറഞ്ഞതും ഓ, അപ്പോ ആ കുട്ടിയുമായിട്ടാണോ നീ കുറച്ച് നാളുകളായിട്ട് സംസാരിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കും. അതെ, ഇവിടെ അവള് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇത് പുതിയ ഏരിയ കൂടിയാണല്ലോ, അതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ, അതുകൊണ്ടാണെന്ന് ഹീറോ പറയാണ്. ഓ, അങ്ങനെയാണെന്ന് ഹീറോയിന് ഒരുമാതിരി ഇഷ്ടമല്ലാത്ത പോലെ കേൾക്കുന്നുണ്ട്. എല്ലാവരെക്കാളും അവളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകുമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ പെൺകുട്ടിയുടെ കോള് വരുന്നത്. അവളാണ് വിളിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് അവൻ മാറി നിന്ന് ഇപ്പൊ എന്നെ കൊണ്ട് വരാൻ പറ്റില്ല, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്താണെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞതും ഹീറോയിൻ ഇത് കേട്ടിട്ട് എന്നെ ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, നീ പോയിട്ട്
ആയെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് അവനും പോകുന്നുണ്ട്. അവിടെ കിക്കോ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഹീറോ പോകുന്നത്. ഹീറോ പോയി കഴിഞ്ഞ് ഫുട്ടാബ തനിയെ ഇരിക്കുന്നത് ഇവന്റെ ഫ്രണ്ട്സ് കണ്ടിട്ട് ഞങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, ഞങ്ങൾ ഇപ്പോ വരാം ബായ് എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം കിക്കോയെ തനിച്ചാക്കി അവന്മാര് പോയി. ഈ ചാൻസിൽ കിക്കോ ഹീറോയിന്റെ അടുത്ത് വന്ന് നീ ഓക്കെ ആണോ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ, നിന്റെ ഫ്രണ്ട്സുമായിട്ട് നീ ഇനി വഴക്കെന്തെങ്കിലും ഇട്ടോ എന്ന് ചോദിക്കും. ഏയ് അങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ ഞാനത് നിന്നോട് പുലമ്പിയിട്ട് എന്ത് ചേഞ്ച് ഉണ്ടാകാനാ എന്ന പോലെ ഹീറോയിന് ശോകത്തില് തല വെച്ച് കിടക്കുന്നുണ്ട്. എന്നാലും ഫുട്ടാബ എന്ന് പറഞ്ഞ് അവൻ അവളെ വിളിക്കാനായിട്ട് ചെന്നതും സഡൻ ആയിട്ട് അവള് ചാടി എഴുന്നേറ്റ് പ്രാന്ത് പോലെ ഞാൻ ഓക്കെ ആണ്, എനിക്കൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആണെന്ന പോലെ പറയും. പാവം കിക്കോ ഇത് കണ്ട് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ടാണ് അവന് തോന്നുന്നത്. അവൻ നോക്കി ചിരിക്കുന്നുണ്ട്. ഇവിടെ ഹീറോ ഫ്രണ്ടിനെ കാണാനായിട്ട് പോയിരുന്നില്ലേ, ആ പെൺകുട്ടിയെ തിരികെ കോള് ചെയ്ത് എനിക്കിപ്പോ വരാൻ സാധിക്കില്ല സോറി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് തിരികെ ഓടി വന്ന് നോക്കിയാല് കിക്കോവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയിനാണ് കാണുന്നേ. ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അവൻ തിരികെ പോകുന്നുണ്ട്. ഇങ്ങനെ ഇവൻ തിരികെ പോകുന്നത് കിക്കോയും കാണുന്നുണ്ട്. എന്താ നോക്കുന്നേ നീ എന്ന് ഹീറോയിൻ ചോദിച്ചാല് ഒന്നുമില്ലെന്ന് അവൻ പറയും. കട്ട് ചെയ്താല് സ്കൂളില് കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നു. അതിനുവേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ ക്ലാസ്സിലും പ്രിപ്പറേഷൻസ് ഒക്കെ തകർത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഹീറോ അപ്പോഴും മാറി നിന്ന് ആ ഒരു ഫ്രണ്ടുമായിട്ടാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. ഇപ്പോ യുരിയും ഹീറോയിനും കൂടി ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ 3 പയ്യന്മാർ ഓടി വന്ന് യുരി നീ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടാമോ എന്ന് അവർ ചോദിക്കും. നന്നായിട്ടുണ്ട്, എന്നാലും എനിക്ക് എന്തോ ശരിയാവില്ലെന്ന് അവള് പറഞ്ഞതും എന്നാ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഹീറോയിൻ ചോദിക്കും. അവന്മാരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പ്ലീസ് യുരി നീ ഇത് ട്രൈ ചെയ്ത് നോക്ക്, ക്യൂട്ടായിരിക്കും എന്ന് യുരിയോടാണ് അവന്മാർക്ക് ഫുൾ ഇൻട്രസ്റ്റ്. ഇതില് ടെൻഷനായ ഹീറോയിനും പിണങ്ങി പുറത്തു പോയിരിക്കും. ഓപ്പോസിറ്റില് ഹീറോ പിന്നെയും ഫോൺ നോക്കി കുത്തിയിരിക്കുന്നുണ്ടാകും. എന്താടാ ഫോണിൽ തന്നെയാണല്ലോ കണ്ണ്, ഗേൾഫ്രണ്ട് ആണോ എന്ന് അടുത്തിരിക്കുന്ന പയ്യന്മാര് ചോദിക്കും. ഇല്ലല്ലോ എന്ന് ഹീറോയും പറയുന്നുണ്ട്. എന്നാലും നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അവന്മാര് ചോദിച്ചതും അങ്ങനെ ആരുമില്ലെന്ന് പറയും. ഏയ് എന്നാലും നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടാകുമല്ലോ, പറ എന്ന അവന്മാര് വിടുന്ന പോലെയില്ല. അപ്പോഴാണ് ഹീറോയിൻ പുറത്തിരിക്കുന്നത് ഇവൻ കാണുന്നേ. കറക്റ്റ് ആയിട്ട് കിക്കോ വന്ന് ഹീറോയിനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൾ എന്തോ സ്നാക്സ് കാണിച്ച് നിനക്കിത് വേണോ എന്ന് ചോദിച്ചതും അടുത്ത സെക്കൻഡില് താങ്ക് യു എന്ന് പറഞ്ഞ കിക്കോ അവളുടെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് വന്ന് നിന്ന് അത് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ നടന്ന പോലെ എന്നാണ് ഹീറോയിന്റെ റിയാക്ഷൻ. കിക്കോയുടെ കവിളുകളെല്ലാം ചുവന്ന് തുടുത്ത് അവന് ഭയങ്കര നാണം വരുന്നുണ്ട്. ഇവിടെ ഹീറോയോട് പിന്നെയും നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടിയല്ലേടാ, കണ്ടോ അവനൊന്നും പറയുന്ന പോലുമില്ല, സത്യം പറയടാ എന്ന് ഇവന്മാര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ടെൻഷനിലാണ്. മിണ്ടാതിരിക്കട്ടെ എന്ന് ഹീറോ ടെൻഷനായി അലറാൻ തുടങ്ങിയതും ഒരു നിമിഷത്തേക്ക് ക്ലാസ് സൈലന്റ് ആകുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. ക്ലാസ് ലീഡേഴ്സ് എല്ലാവരും സ്കൂൾ മീറ്റിംഗില് 4 മണിക്ക് അസംബിൾ ആകണമെന്ന് പറഞ്ഞതും ഇവനത് മൈൻഡ് ആക്കാതെ അവളെ നോക്കിയിട്ട് അവിടെ നിന്ന് നടന്നുപോയി. ഇപ്പോ സമയം നൈറ്റ് ആയി. 4 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ഹീറോയെ കാണുന്നില്ല. ഹീറോയിൻ തനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഹീറോയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ റിപ്ലൈ ഇല്ല. അപ്പോ അവിടെ യുരിയോടിടാൻ പയ്യന്മാര് പറഞ്ഞില്ല ആ മെയ്ഡിന്റെ ഡ്രസ്സ്, അതിരിക്കുന്നത് കണ്ട് ഇവൾക്കൊരു ആഗ്രഹം. പെട്ടെന്ന് ചെന്ന് ആ ഡ്രസ്സ് എടുത്തിടുവാണ്. കറക്റ്റ് ടൈമിൽ കിക്കോ അവിടേക്ക് വരുന്നുണ്ട്. ഇതാണോ നീ ഫെസ്റ്റിവലിന് ഇടാൻ പോകുന്ന ഡ്രസ്സ് എന്ന് ചോദിച്ചാല് ഇല്ലില്ല എനിക്കിത് സ്യൂട്ട് ആകില്ല, ഒരുപാട് ഗേളിഷ് ആയിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് സ്യൂട്ട് ആകുമെന്ന് ഹീറോയിൻ പറഞ്ഞതും അതിന് നിനക്കിത് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്ന് അവൻ പറയും. ഇത് കേട്ട് അവൾക്ക് വല്ലാതെ നാണമൊക്കെ വരുന്നുണ്ട്. ഇത് നോക്കു ഫൂട്ടാബ് എന്ന് പറഞ്ഞ് കിക്കോ കുറച്ച് ക്ലോസ് ആയിട്ട് വന്ന് നിന്ന് നീ ഇനിയും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം, കാരണം നീ വളരെ സുന്ദരിയാണെന്ന് പറയാൻ വന്നതും എക്സ്ക്യൂസ് മീ അകത്തേക്ക് വരാമോ എന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ ആയിരിക്കും. നീ വീട്ടിൽ പോയില്ലേ എന്ന് ഹീറോയിൻ ചോദിച്ചാല് കിക്കോ എന്താ ഇവിടെ, അവൻ എന്താ ഇവിടെ കാര്യം എന്ന് ഹീറോ ചോദിക്കുവാണ്. ശരിയെന്നാ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് കിക്കോ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയി. ഇപ്പോ ഹീറോ കയറി വന്നതും ഹീറോയിൻ ക്യൂട്ടായിട്ട് കോയു എനിക്ക് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് അവൾ ആട്ടി കാണിച്ച് ചോദിക്കുവാണ്. നിനക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് തീരെ സെറ്റ് ആകുന്നില്ല, കൂടെ അവൻ നിന്നെ എങ്ങനെ ഗേളിഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അത് കേട്ട് നീ ഇങ്ങനെ സന്തോഷിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ റോങ് ഫീൽ ഉണ്ട്. ഐ മീൻ നീ ഒരുപാട് ഫ്ലേർട്ട് ആകുന്നുണ്ടല്ലോ, ഈസി ഗേൾ ആണോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ഹീറോയിൻ നിലത്തിരുന്ന് കരയാൻ തുടങ്ങുവാണ്. അയ്യോ സോറി ഞാൻ വെറുതെ പറഞ്ഞതാ, നീ ഇങ്ങനെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സോറി എന്നോട് ക്ഷമിക്കുന്ന അവൻ പറയും. ഞാൻ സത്യത്തിൽ ഫ്ലേർട്ട് ആയതല്ല, അവനെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞതും ഫുട്ടാബ ലേഡി ഫുട്ടാബ എന്ന് ഇപ്പോ ഇവളെ ഒരു ഗേളിഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. ആക്ച്വലി ഹീറോയിൻ കരയുന്നത് പോലെ ആക്ട് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഹീറോ ഹഗ് ചെയ്തിട്ട് സോറി നീ കരയണ്ട പ്ലീസ് കരയല്ലേ എന്ന് പറഞ്ഞ് അവളുടെ മുടിയിൽ
സ്മെല്ല് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയിൻ ഇത് കണ്ട് സ്റ്റണ്ണായ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ കണ്ടുപിടിക്കും. അപ്പോ നീ കരഞ്ഞില്ലല്ലേ, എന്നെ പറ്റിക്കുമായിരുന്നോ? അതൊക്കെ പോട്ടെ, നീ ഇപ്പോ എന്താ എന്നെ ചെയ്ത് എന്ന് ഹീറോയിൻ ചോദിച്ചതും അവൻ സൈലന്റ് ആയിട്ട് അവളെ നോക്കുന്നുണ്ട്. അവളും തിരികെ നോക്കുന്നുണ്ട്. ഹീറോ എന്തോ പറയാനായിട്ട് വന്നതും കറക്റ്റ് ആയിട്ട് അവന് കോള് വരുന്നുണ്ട്. അത് അവന്റെ ആ ഫ്രണ്ട് ഇല്ലേ, അവളായിരിക്കും. കട്ട് ചെയ്താല് ഹീറോയിനും ഒന്നിച്ച് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹീറോയിൻ, കോയു നിനക്ക് ആ മേഡിന്റെ ഡ്രസ് ഇട്ടാല് നന്നായിരിക്കും എന്ന് പറയും. ഹീറോ അത് കേട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയും. ഹീറോയിനും ബായ് പറഞ്ഞു പോയതും ഹീറോ കുറച്ചു നേരം അവളെ നോക്കി നിന്നിട്ട് തിരിഞ്ഞു നടന്നു പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞതും ഹീറോയിൻ തിരിഞ്ഞ് അവനെ തന്നെ നോക്കുവാണ്. സോ ഹീറോ അവന്റെ വീട്ടിലേക്ക് വരുമ്പോ നാട്ടോ കോമിക് ബുക്സ് ഒക്കെ വായിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്താടാ നീ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നിന്റെ അച്ഛനാടെ എന്നെ ഇവിടേക്ക് അലോ ചെയ്തതെന്ന് അവൻ പറയും. എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാല് ചുമ്മാ വന്നതാടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇപ്പൊ ഒരുപാട് ചാറ്റ് ചെയ്യുന്നില്ലേ, അതിനെ കുറിച്ച് ചോദിക്കുവാണ്. ഹീറോ എന്താണ് പറഞ്ഞതെന്ന് കേൾപ്പിക്കുന്നില്ല. ഓ, അതുകൊണ്ടാണോ നീ ആ പെൺകുട്ടിയുമായിട്ട് ഒരുപാട് ഇപ്പൊ സംസാരിക്കുന്നേ? എന്നാലും കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് തോന്നുന്ന പോലെയുണ്ടെന്ന് നാറ്റോ പറയുവാണ്. അതെ, ഞാനും അത് അവളോട് പറഞ്ഞിരുന്നു. പുതിയ സ്കൂളില് പുതിയ ഫ്രണ്ട്സിനെ നീ ക്രിയേറ്റ് ചെയ്യണം, അവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതും നീ അവളെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് നാറ്റോ ചോദിക്കും. എടാ, അതങ്ങനെയല്ല, അവൾ എങ്ങനെയുള്ള വിഷമത്തിലാണെന്ന് എനിക്കറിയാം. ഈ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും അവളുടെ കൂടെ ഉണ്ടാകണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ. കാരണം ആ കുട്ടിയുടെ അച്ഛൻ റീസെന്റ് മരിച്ചു പോയല്ലോ. ഈ ഒരു രീതിയിൽ ഹീറോ അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. സോ ആ ഒരു സിറ്റുവേഷന് ഇവൻ അറിയാം, അതുകൊണ്ടാണ് അവളുമായിട്ട് അവൻ സംസാരിക്കുന്നതെന്ന് പറയും. പക്ഷേ ഹീറോയുടെ പാസ്റ്റിനെ കുറിച്ച് നാത്തോക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് കോയു, നിനക്കും ഇതേപോലെ ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആ ടൈമില് നിന്റെ കൂടെ ഇല്ലാതെ പോയല്ലോ. ഞാനപ്പോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ വിഷമിപ്പിക്കാനായിട്ട് അനുവദിക്കില്ലായിരുന്നു. എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നേനെന്ന് പറഞ്ഞതും ഇവൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞതെന്ന പോലെ ഹീറോ എഴുന്നേറ്റ് പോകുവാണ്. നാറ്റോയ്ക്ക് മനസ്സിലായി അവന് നാണം വന്നിട്ടാണെന്ന്. ഇതിനൊക്കെ എന്തിനാടാ നാണിക്കുന്നേ, ഞാൻ എന്നാ പോട്ടെ എന്ന് അവൻ പറഞ്ഞതും നിനക്ക് ഞാൻ എന്റെ പൂച്ചക്കുട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീറോ എഴുന്നേറ്റ് പോകുവാണ്. ആ ടൈമിൽ നാറ്റോ അവന്റെ കട്ടിലിന്റെ അടിയിൽ ഇരിക്കുന്ന ആ പഴയ തിങ്സിന്റെ ബോക്സ് കാണുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ആ മാത്സിന്റെ നോട്ട് ബുക്കും എടുത്തു നോക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വന്ന ഹീറോ ഓടി വന്ന് അത് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയെടുക്കുവാണ്. നീ അത് കണ്ടോ എന്ന് ചോദിക്കും. എന്ത് കണ്ടോ എന്നാ നീ ചോദിക്കുന്നതെന്ന് നാറ്റോയും ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ ഒരുമാതിരി വെപ്രാളത്തില് അത് കൊണ്ടുപോയി ഒളിപ്പിച്ച് മാറ്റി വെക്കുവാണ്. ഇവൻ ഒരുമാതിരി പരുങ്ങിയിരിക്കുന്നത് കണ്ട് നാറ്റോ, അപ്പോ ഇപ്പോഴും നിനക്ക് ഹീറോയിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. മിണ്ടാതെ ഇരിക്കട്ടെ അവിടെ നിന്ന് ഹീറോ അവനെ വഴക്ക് പറയുന്നുണ്ട്. നാറ്റോ അടുത്ത സെക്കൻഡിലെ ചിരിച്ച് സന്തോഷത്തിൽ അലറാൻ തുടങ്ങി. എടാ, നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ എന്ന് ഹീറോ അലറാനും തുടങ്ങുന്നുണ്ട്. ഇത് നോക്കടാ, നിന്റെ പഴയ ക്ലാസ്മേറ്റ്സ് ഉണ്ടല്ലോ, അവളുടെ കോണ്ടാക്ട് കട്ട് ചെയ്തേക്ക്, എന്നിട്ട് ഫുട്ടാബയുമായിട്ട് ക്ലോസ് ആകാൻ നോക്കെന്ന് ഹീറോയോട് പറയും. നീ വിചാരിക്കുന്ന പോലെ അവളുമായിട്ട് ക്ലോസ് ആകണമെന്ന് ഞാൻ കരുതിയില്ലെന്ന് ഹീറോ പറയുവാണ്. നെക്സ്റ്റ് ഡേ കൾച്ചറൽ ഫെസ്റ്റിവലും സ്റ്റാർട്ടായി. വളരെ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യുരി, മുറോ എല്ലാവരും കൂൾ ഡ്രസ്സിൽ തകർക്കുവാണ്. നാത്തോയും ഹീറോയും ആ മെയ്ഡിന്റെ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. നോക്കണം, ഞാൻ കാലിലെ മുടി വരെ ഷേവ് ചെയ്തെന്ന് പറഞ്ഞ് നാത്തോ പൊക്കിയൊക്കെ കാണിച്ചു കൊടുത്തതും ഹീറോയിൻ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടാണ് അവിടേക്ക് കിക്കോ കയറി വരുന്നത്. ഹീറോയിൻ ഓടിച്ചെന്ന് വെൽക്കം ഹോം എന്ന് പറഞ്ഞ് അവനെ വെൽക്കം ചെയ്തതും നീ ഇന്ന് ഒരുപാട് കൂളായിട്ടുണ്ടെന്ന് അവൻ പറയും. ഓ, അങ്ങനെയാണോ, താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിരിച്ച് സംസാരിക്കുന്നത് ഹീറോയും കാണുന്നുണ്ട്. ഇവരുടെ ക്ലാസ് ഒരു റെസ്റ്റോറന്റ് പോലെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹീറോയിൻ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കിക്കോയ്ക്ക് കൊടുത്തിട്ട് കുറച്ച് ലേറ്റ് ആയി, അതിന് സോറി എന്ന് പറയാണ്. അതിനെന്താ താങ്ക്സ് എന്ന് കിക്കോയും അത് വാങ്ങിക്കുന്നുണ്ട്. അവള് പെട്ടെന്ന് കോട്ടുവ ഇടുന്നത് കണ്ട് നീ നൈറ്റ് ആവശ്യത്തിന് ഉറങ്ങിയില്ലേ എന്ന് അവൻ ചോദിക്കും. എനിക്ക് അറിയേണ്ട വിഷയങ്ങൾ നിറയെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ലെന്ന് പറയും. എന്താ അതെന്ന് കിക്കോ ചോദിച്ചാല് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ഇനിയും ഞാൻ സ്ട്രോങ് ആയിരിക്കണം എന്നാ തോന്നുന്നേ. കാരണം എന്ത് വേണമെങ്കിലും നടക്കാൻ ചാൻസസ് ഉണ്ടല്ലോ. എന്നാലും ഞാൻ മുന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴുള്ളതെന്നാ എനിക്ക് തോന്നുന്നതെന്ന് അവള് വളരെ ഫീൽ ആയിട്ട് പറയുവാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇന്ന് മുതൽ നിന്റെ പെർസ്പെക്റ്റീവ് മാറ്റി നോക്ക്. നീ ആ പഴയ ആംഗിളിൽ നോക്കുന്നില്ലേ, അത് മാറ്റി വ്യത്യസ്തമായിട്ട് നോക്കി കാണാനായിട്ട് ശ്രമിക്കേ. ഒരു പുതിയ കാര്യം നിനക്കപ്പോ കാണാൻ കഴിയുമെന്ന് കിക്കോ പറയുവാണ്. പുതിയ കാര്യമോ? അതെന്താന്ന് ഹീറോയിനും കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതെ, ചിലപ്പോ നീ അത് ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കാം. ഇത് കേട്ട് ഹീറോയിനും ശരി, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി കളയും. കിക്കോ അവളെ നോക്കി നീ എന്നെ ലവ് ചെയ്യുന്നതിന് മുൻപ് എല്ലാം ചേഞ്ച് ചെയ്യണമെന്ന പോലെ അവന്റെ മനസ്സിൽ പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു സൈഡില് മുറോ എന്തോ ബോക്സിൽ വെയിറ്റ് ആയിട്ട് പൊക്കാൻ പറ്റാതെ പൊക്കിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ ടീച്ചർ കാണുന്നുണ്ട്. മുറോയ്ക്ക് പൊക്കാൻ പറ്റാതെ ഒരു സ്റ്റേജിൽ അവള് താഴെ വെക്കുവാണ്. പെട്ടെന്ന് ആരും അവിടേക്ക് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. നോക്കിയാൽ അത് നമ്മുടെ നാട്ടുമായിരിക്കും. അവൻ ഓടി വന്ന് അവന്റെ കയ്യിലിരിക്കുന്ന ബോർഡ് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് ഞാൻ എടുത്തോളാം, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ആൺകുട്ടികളെ ഏൽപ്പിച്ചൂടെ, അവർ
അവരോട് ഹെൽപ്പ് ചോദിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ അത് എടുത്തുകൊണ്ട് മുമ്പിലൂടെ നടന്നു പോകുവാണ്. എനിക്ക് വേണ്ടി നീ വരുമെന്ന് ഞാൻ കരുതിയില്ല, താങ്ക്സ് എന്ന് മുറോ പറഞ്ഞതും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചറാണ് എന്നോട് പറഞ്ഞതെന്ന് അവൻ പറയും. തനാക്ക സാറാണോ പറഞ്ഞതെന്ന് അവൾ സന്തോഷത്തിൽ കുറച്ച് സൗണ്ട് കൂടി പോകുന്നുണ്ട്. ഇത് കേട്ടത് നാട്ടോയുടെ മുഖം ആകെ ശോകമാകുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് വേറൊരാളോട് ക്രഷ് ആയിരിക്കുന്ന കാര്യം. നാട്ടോ നീയും നല്ല പയ്യനാണെന്ന് അവൾ പറഞ്ഞതും ഇത് എന്റെ കൺഫെഷൻ ഒന്നല്ല, എനിക്കറിയാം ഞാൻ നിനക്ക് വേർത്തായ ഒരു പയ്യനല്ലെന്ന്. പക്ഷേ ഞാൻ എത്ര കൂളായ പയ്യനാണെന്ന് നിനക്ക് കാണിച്ചു തരാനാ പോകുന്നേ. പ്ലീസ് അതിനുവേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ മതി എന്ന് ഇവൻ പറഞ്ഞതും ഇത് ന്യായമേ അല്ല എന്ന് മുറോ പറയും. പക്ഷെ ഞാനൊന്നും ബാഡായ ബോയ് അല്ലല്ലോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് അവനിനി ട്രൈ ചെയ്യുന്നത് നിർത്താനേ പോകുന്നില്ലെന്ന പോലെ സിംബോളിക് ആയിട്ട് പറഞ്ഞിട്ട് പോകുവാണ്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയാണ് കാണിക്കുന്നത്. അവരുടെ ക്ലാസ്സിലേക്ക് വന്ന് പോകുന്നവരെ അവനാണ് ക്യൂട്ടായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതും പറഞ്ഞു വിടുന്നതും. അപ്പുറത്തെ സൈഡില് നാറ്റോ നിൽക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്ന് നീ പോയി എല്ലാവരും ഇംപ്രസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരുമെന്ന് നോക്കിയാല് നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് കുറച്ചു മുമ്പ് അവിടെ എന്താ നടന്നതെന്ന് അവൻ പറയുന്നേ. നാത്തോ എന്തോ അവന്റെ ഐഡിയയില് ബോർഡിൽ എന്തോ എഴുതി വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾ പോയി കാണൂ പ്ലീസ് എന്ന് എല്ലാവരെയും അട്രാക്ട് ചെയ്ത് അവന്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴാണ് സാറി വന്ന് മൊറോ എടുക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് വെയിറ്റ് പൊക്കിക്കൊണ്ട് നടന്നു പോകുന്നുണ്ട്. നീ ചെന്ന് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന്. നിങ്ങൾ തന്നെയാണോ ഇത് എന്നോട് പറയുന്നേ? നമ്മൾ രണ്ടുപേരും കോമ്പറ്റീറ്റേഴ്സ് അല്ലേ എന്ന് അവ പറഞ്ഞതും എടാ കോമ്പറ്റീറ്റേഴ്സ് ആകണമെങ്കിൽ ഈക്വലോ ആയിരിക്കണം എന്ന പോലെ അവന്റെ ഈഗോയിൽ ടച്ച് ചെയ്യുന്ന പോലെ സാറ് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതിലിപ്പോ ടെൻഷനായ അവനും തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നീയും നിന്റെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് ഹീറോയെ നോക്കി പറയുന്നുണ്ട്. അപ്പോഴാണ് ഓപ്പോസിറ്റില് ഹീറോ കിക്കോയെ പറഞ്ഞു വിടുന്നത്. അവൻ പോകുമ്പോ കുറച്ചു നേരത്തിനുള്ളില് എന്റെ ബാൻഡിന്റെ പെർഫോമൻസ് നടക്കുന്നുണ്ട്, നീ തീർച്ചയായിട്ടും വരണമെന്ന് പറയും. നീ ബാൻഡിലൊക്കെ ഉണ്ടോ കിക്കോ എന്ന് അവൾ വളരെ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. അതെ 3 മണിക്കാണ്, മറക്കാതെ വരണമെന്ന് പറഞ്ഞ് അതിന്റെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ശരി, ഇതിലെ ടൈം അനുസരിച്ച് എന്റെ ഇവിടുത്തെ വർക്ക് എല്ലാം കഴിയും, ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ട് അവിടേക്ക് വരാമെന്ന് പറഞ്ഞതും ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കിക്കോ അവിടെ നിന്ന് പോകുവാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോ വളരെ ടെൻഷനായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്താല് ബാൻഡ് പെർഫോമൻസ് തുടങ്ങാൻ പോകുന്നു. യുരിയും മുറോയും ഹീറോയിനും 3 പേരും വരുന്നുണ്ട്. കിക്കോ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഹീറോയിനെ കണ്ടതും അവൻ വളരെ എക്സൈറ്റഡ് ആയി മൈക്കാണ് മുന്നിൽ ഇരിക്കുന്നത് എന്ന് ഓർക്കാതെ ഒച്ചത്തിൽ അവളുടെ പേര് പറയുവാണ്. ഈ സൗണ്ട് കേട്ട് നമ്മുടെ ഹീറോയും ഉള്ളിലേക്ക് വരുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹീറോയെ നോക്കി ചോദിച്ചാല് ഇല്ല എനിക്ക് ബോറടിക്കുന്നുണ്ട് അതുകൊണ്ട് വന്നതാണെന്ന് അവൻ പറയും. ഹീറോ വന്നത് കിക്കോ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പെർഫോമൻസ് സ്റ്റാർട്ടായി. സൂപ്പർ ആയിട്ട് കിക്കോ പെർഫോം ചെയ്യുന്നുണ്ട്. യുരി ഇത് കണ്ട് നോക്കടി അവൻ ആളാകെ മാറിപ്പോയെന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. കിക്കോ അടുത്തത് ഒരു ലവ് സോങ് ആണ് പാടാൻ തുടങ്ങുന്നേ. എന്തോ നമ്മുടെ ഹീറോയിന് വേണ്ടി പാടുന്നത് പോലെ അവൻ ഇങ്ങനെ ലയിച്ച് പാടിക്കൊണ്ടിരിക്കുന്നേ. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനോ നമ്മുടെ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് ടൈം അവര് ഹഗ് ചെയ്തത്, 2ാം തവണയും ഹഗ് ചെയ്തത്, സ്കൂൾ ടൈമില് ഫസ്റ്റ് ഇവര് മീറ്റ് ചെയ്തത്, ക്ലാസ്സിലിരിക്കുമ്പോ ഇവര് തമ്മിൽ നോക്കി സൈറ്റ് അടിച്ചത് എല്ലാം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുവാണ്. ഹീറോ ഇത് കണ്ട് ഇവളെ നോക്കി ഫുട്ടാബ എന്ന് പറഞ്ഞ് വിളിച്ചതും ഹീറോയിൻ പെട്ടെന്ന് അവന്റെ വിളി കേട്ട് തിരിഞ്ഞതും സഡൻ ആയിട്ട് അത് കിസ്സായി പോകുന്നുണ്ട്. പാവൊരുത്തൻ അവിടെ ഇവൾക്ക് വേണ്ടി സ്റ്റേജില് കീറി നിന്ന് പാടുന്നുണ്ട്. അതെന്തോ ഇവർക്ക് രണ്ടുപേർക്കാണ് വർക്കൗട്ട് ആയത്. കിസ് ചെയ്ത ഷോക്കില് നമ്മുടെ ഹീറോ വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. ഇവര് കിസ് ചെയ്തത് കിക്കോ കണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷെ അവന്റെ മുഖം വല്ലാതെ മാറിയിട്ടുണ്ട്. ഇവിടെ ഹീറോയിൻ കിസ് ചെയ്തതിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹീറോയും അതേ ഫീലിങ്സോട് കൂടി തന്നെയാണ് ചുണ്ടത്ത് കൈവച്ച് നിൽക്കുന്നത്. ഇതോടെ ഈ കൾച്ചറൽ ഫെസ്റ്റിവലും തീർന്നു. നെക്സ്റ്റ് ക്ലീനിങ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുറോ വേസ്റ്റ് കളഞ്ഞിട്ട് തിരികെ വരുമ്പോ അവൾക്ക് താഴെ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നുണ്ട്. എടുത്തു നോക്കിയാൽ അത് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ ടീച്ചറുടെ പേഴ്സ് ആയിരിക്കും. ഇത് കാണുന്ന അവൾക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അവൾ ചിരിക്കുവാണ്. അതേ ടൈം ഹീറോയിൻ ഇവിടെ കിക്കോയുടെ അടുത്ത് വന്ന് നീ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയുവാണ്. പക്ഷെ സെക്കൻഡ് പാർട്ട് പാടുമ്പോ നിന്റെ മുഖം മാറിയല്ലോ, എന്തായെന്ന് കിക്കോ അവളോട് ചോദിക്കും. അത് വേറെ ഒന്നുമില്ല, വേറെ എന്തോ ആലോചിച്ച് നിന്ന് പോയതാ, പക്ഷെ ഞാൻ നിന്റെ പാട്ട് ഒരുപാട് എൻജോയ് ചെയ്തെന്ന് അവള് പറയും. പക്ഷെ പെട്ടെന്ന് കിക്കോ അതൊക്കെ മറന്നു കളാ, എന്താണ് നടന്നത് എന്ന് വെച്ചാല് അതൊരു ആക്സിഡന്റ് ആയിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞതും ഇവര് കിസ് ചെയ്തില്ലേ അതിനെ കുറിച്ചാണ് പറയുന്നേ. നീ അത് കണ്ടോ എന്ന് ഹീറോയിൻ ചോദിച്ചാല് ഇതേപോലെ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ മറക്കുന്നതാണ് നല്ലതെന്ന് കിക്കോ പറയും. അപ്പോ ഇത് മീനിങ്ലെസ് ആണെന്നാണോ നീ പറയുന്നേന്ന് അവൻ വേഗം പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അത് ആലോചിച്ചവൾക്ക് വിഷമം തോന്നുന്നുണ്ട്.
അപ്പോ അവളുടെ തലയിൽ തൊടാനായിട്ട് കിക്കോ അടുത്തേക്ക് വന്നതും കറക്റ്റ് ആയിട്ട് ഹീറോ അവിടേക്ക് വരുവാണ്. ഉടനെ അവനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് പാർട്ടിക്ക് വേണ്ടിയുള്ള ഡാൻസ് നീ പഠിച്ചോ എന്ന് കിക്കോയോട് ചോദിക്കും. ഇല്ലെന്ന് അവനും. ഇത് കണ്ട് ടെൻഷനായി ഹീറോ പെട്ടെന്ന് ഹീറോയിനെ പിടിച്ചിട്ട് ഞാൻ നിന്നോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും ഹീറോയിന് ഒരുമാതിരിയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നീ നടന്നതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഹീറോ അവളോട് ചോദിച്ചതും അതിന് മറുപടി പറയാതെ അവൾ ഓടിക്കളയാണ്. ഇവൻ പിന്നാലെ പോകാനായിട്ട് നോക്കിയാല് കിക്കോ അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, സോ വിട്ടേക്കെന്ന് പറയും. നീ ഈ വിഷയത്തില് തലയിടാൻ വരണ്ട, ഇത് എന്റെയും അവളുടെയും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഹീറോ തിരികെ ഹീറോയിന്റെ പിന്നാലെ പോയി. ഹീറോയിൻ ഇവളുടെ പിന്നാലെ വരും തോറും ഇവള് നിർത്താതെ ഓടുന്നുണ്ട്. ഓടല്ലേ നിൽക്ക് ഫുട്ടാബ എന്ന് അവൻ പറഞ്ഞാലും ഇങ്ങനെ നീ എന്റെ പിന്നാലെ വന്നാല് ഞാൻ ഓടുവെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിക്കൊണ്ടേയിരിക്കുവാണ്. ആ ടൈമിൽ മുറോ സാറിന്റെ പേഴ്സ് അവളുടെ കയ്യിൽ കിട്ടിയില്ലേ, അത് അവരെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവള് പോകുന്നുണ്ട്. സാർ ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചാല് നിനക്കിത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ച് വളരെ സന്തോഷത്തോടെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവരത് വാങ്ങി വെക്കും. അപ്പൊ മുറോ ഞാനിത് നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ കൊണ്ടുവന്ന് തന്നില്ലേ, അതിന് എനിക്ക് എന്തെങ്കിലും റിവാർഡ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. ശരി നിനക്ക് എന്താ വേണ്ടതെന്ന് സാറ് ചോദിച്ചാല് അത് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തന്നാ മതി എന്ന് പറയും. പക്ഷേ സാറിന് കാര്യം മനസ്സിലായി, എനിക്കത് തരാൻ പറ്റില്ലെന്ന് പറയും. ഇവളുടെ മുഖം ആകെ മാറി വരുന്നുണ്ട്. ഇത് കണ്ട സാറും വെറുതെ പറഞ്ഞതാ, ഇത് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അവര് പതിയെ കണ്ണുമൂടി കുറച്ച് കുനിഞ്ഞു നിൽക്കുവാണ്. സാറിനെ കണ്ണെടുക്കാതെ നോക്കി അവള് പെട്ടെന്ന് എന്താ ചിന്തിച്ചെന്ന് അറിയില്ല, അവരെ പെട്ടെന്ന് സഡൻ ആയിട്ട് കിസ് ചെയ്യുവാണ്. പാവം നമ്മുടെ നാറ്റോയെ ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഇവിടെ ഹീറോയിനെ ഓടിച്ച് ഹീറോ ഒരു ക്ലാസ് റൂമിലേക്കാണ് കയറ്റുന്നത്. എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് അവള് കയ്യിൽ കിട്ടുന്ന ഓരോന്നായിട്ട് അവന്റെ നേരെ എറിയുന്നുണ്ട്. അങ്ങനെ എറിഞ്ഞതില് എന്തോ ഒന്ന് അവന്റെ തലയ്ക്ക് വന്നു കൊള്ളുവാണ്. അവള് പെട്ടെന്ന് സോറി ചോദിച്ചതും ഹീറോ ഫുട്ടാബ എന്നോട് ക്ഷമിക്ക്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ നടന്നു പോയതാണ്, ഐ എം സോറി എന്ന് പറയും. അപ്പോ എന്നോട് സോറി പറയാൻ വേണ്ടിയാണോ നീ ഇത്ര നേരം എന്നെ ഓടിച്ചതെന്ന് ചോദിച്ചാല് നിനക്കപ്പോ അത് ഇഷ്ടായില്ലല്ലേ ഫുട്ടാബ, ശരി വിട്, അത് ജസ്റ്റ് ആക്സിഡന്റ് ആയിട്ട് കരുതിയാ മതി, ഞാൻ അതിനെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറഞ്ഞതും ഇത് കേട്ട് ടെൻഷനായി ഹീറോയിൻ പിന്നെയും അവന്റെ നേരേക്ക് ഓരോന്ന് വലിച്ചെറിയുവാണ്. എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ഹീറോ ചോദിച്ചാല് ഞാനല്ല നീയാണ്, ഞാനും നടന്നതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, കിക്കോ പറഞ്ഞല്ലോ അത് ജസ്റ്റ് ഒരു മീനിങ്ലെസ് ആണെന്ന്. ശരിയാ, അതിലൊരു ഫീലിങ്സും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവള് പുലമ്പാനായിട്ട് തുടങ്ങിയതും അത് ആക്സിഡന്റ് അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് അവളെ വന്ന് സഡൻ ആയിട്ട് കിസ് ചെയ്യുവാണ്. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതിൽ അവൾ ആകെ ഷോക്കായി നിൽക്കുവാണ്. ഇനി നീ ഇതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കോയു നീ എന്നെ കിസ് ചെയ്യണമെന്ന് ഞാൻ കരുതിയേ ഇല്ലെന്ന് അവള് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞവൻ അവളുടെ കൈ പതുക്കെ വിടുന്നുണ്ട്. പക്ഷെ ഹീറോയിന് ഓടുന്നില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞവൻ പെട്ടെന്ന് ഹീറോയിനെ പിടിച്ച് പിന്നെയും അവളെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഇങ്ങനെ ഇവര് രണ്ടുപേരും ഒന്നിച്ച് കിസ് ചെയ്യുന്നതോടു കൂടിയാണ് ഈ ഡ്രാമയുടെ ഫസ്റ്റ് സീസണും അവസാനിക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെ അവസാനിപ്പിച്ചത് എന്ന് കരുതണ്ട, ഇതിന്റെ സെക്കൻഡ് സീസണിലാണ് ബാക്കിയുള്ള കഥകളൊക്കെ വരാൻ പോകുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന്റെ സെക്കൻഡ് സീസണും ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇതേപോലുള്ള ഡ്രാമാസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. സോ ഇനി മറ്റൊരു അടിപൊളി ഡ്രാമയായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.